നമ്മളൊരു ഫീമെയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻകംപീറ്റൻ്റ് ആണ് എന്നുള്ള ഒരു ധാരണയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എൻ്റെ ടീമിനെ വിളിച്ചിട്ട് ത്രെറ്റൻ ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺഎത്തിക്കൽ. നമുക്ക് പറ്റിയൊരു മുറിവാണ്, നമ്മുടെ ഡിഗ്നിറ്റിക്കും നമ്മുടെ ഒരു റെസ്പെക്റ്റിനും സെൽഫ് റെസ്പെക്റ്റിനും പറ്റിയ ഒരു വലിയൊരു മുറിവാണ്. എന്നോട് അങ്ങനെ ആരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ KSFDC മൊത്തം ഞാൻ അടച്ചു പറയുന്നില്ല, ബിക്കോസ് ഇതിനകത്ത് ആത്മാർത്ഥതയുള്ളവരുണ്ട്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ലെവലിലിരിക്കുന്ന ഒരു 3-4 ആൾക്കാർ ദേ ആർ ഇനഫ്. അവർ മതിയല്ലോ ഇത് മുഴുവൻ ഇത് റൂയിൻ ചെയ്യാനായിട്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് പോലും ഇമെയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ദീസ് പീപ്പിൾ ഐ തിങ്ക് ദേ നീഡ് ഹെൽപ്പ് ഈവൻ വിത്ത് ദാറ്റ് ബേസിക്. ജിമെയിലിൽ എങ്ങനെയാണ് ഒരു കാര്യം സെർച്ച് ചെയ്യണമെന്നെങ്കിലും ഇവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് നോ. ശാന്തി കൃഷ്ണയാണ് ഞാൻ ചൂസ് ചെയ്തത്. പുള്ളിക്കാരി വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ചാർജ് ചെയ്തത്. അതിനും ഈ ലൈൻ ദിസ് ഫിലിം ഓഫീസർ ഹി വാസ് ലൈക്ക് ഈ മീറ്റിങ്ങിലിരുന്ന് പുള്ളി അങ്ങ് പരിഹസിക്കുകയാണ് ആർട്ടിസ്റ്റിനെ. എന്ന് വെച്ചാൽ പുള്ളിക്കാരി മീറ്റിങ്ങിലില്ല, വിധേയത്വം അത് അൺഫോർച്ചുനേറ്റ്ലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ദേ വർ ഡിമാൻഡിങ്. ചില ആക്ടേഴ്സ് നടിമാരുടെ കാര്യം പറഞ്ഞിട്ട് ഇവരൊക്കെ പാലക്കാട് ചൂടിൽ പണ്ട് തറയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളവരാണ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ, അപ്പോൾ അവർക്കൊക്കെ ഇപ്പം എന്താണ് എന്ന് ഓപ്പൺലി എനിക്ക് ആ മീറ്റിങ്ങിലിരുന്ന് ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പുള്ളി പരിഹസിച്ച് സംസാരിക്കാൻ മാത്രമുള്ള ഒരു ഇഗ്നോറൻ്റ് ആണോ പുള്ളി എന്ന് എനിക്ക് തോന്നി. ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരരുത്. അതും നമ്മൾ സ്ത്രീകൾ ഈ ആണുങ്ങളോടാണ് പോയി പറയേണ്ടത്, ചേട്ടാ നമുക്ക് മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് ദാറ്റ് പ്രോബബ്ലി ദേ എൻജോയ് ഹിയറിങ് ദാറ്റ്. സിനിമയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റില്ല, വിമിയോ ലിങ്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നമ്മുടെ സിനിമയുടെ ഇല്ല, നമുക്ക് ആക്സസ് ഇല്ല. ദേ ഡോണ്ട് ട്രസ്റ്റ് us with that. നമ്മൾ ചെയ്ത സിനിമയാണ്, നമ്മൾ ഇതിനെ കൊണ്ട് എവിടെ കൊണ്ടു കൊടുക്കാനാ? സോ വി ഫീൽ റിയലി ബാഡ്. വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ഒരു സ്റ്റിൽ എടുക്കണമെങ്കിൽ പോലും നമുക്കതിന് ഒരു ആക്സസ് ഇല്ല. സോ ആ ഒരു 2 months ഐ തോട്ട് അബൌട്ട് ദിസ്. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ് ബേസിക്കലി. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരു 2 മാസം. ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ മീ ആഫ്റ്റർ ദിസ് മീറ്റിംഗ് വിത്ത് ചെയർമാൻ. ദി ex-MD actually, she when I in that letter I had mentioned about mental harassment. So the thing that she said is എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, അങ്ങനെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്ത് കാണിക്കുക. സോ ആ സമയം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ആൻഡ് ഐ എം 100% sure if things are like this, something or the other is going to happen like that. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ലോങ് ഞാൻ ക്യാരി ചെയ്യേണ്ടി വരുന്നൊരു ബാഗേജ് എൻ്റെ സൈലൻസ് ആയിരിക്കും. സോ ഐ ഹാഡ് ടു ബ്രിങ് ഇറ്റ് ടു ലൈറ്റ്. മിനി IG ഹാഡ് സ്പോക്കൺ അബൌട്ട് ഇറ്റ്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് ഓപ്പോസിഷൻ KSFDC എന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു വാർ ഫീൽഡിൽ പോകുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പോട് കൂടി വേണം അവിടെ പോകാൻ. ഇത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ആ സിനിമയിൽ വരാതിരിക്കാനായിട്ട് എൻ്റെ പരമാവധി, ആൻഡ് ഐ വാസ് വെരി കെയർഫുൾ ബിക്കോസ് ഐ വുഡ് ഇമാജിൻ ദറ്റ് സ്മൈൽ ഓഫ് ആൻഡ് ലാഫ് ഓഫ് ദിസ് ഫിലിം ഓഫീസർ. എന്തുവാടോ ചെയ്തു വെച്ചേക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDC വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് വനിതാ സിനിമാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 1.5 കോടി രൂപ അല്ലേ അത്രയും ചിലവാക്കിക്കൊണ്ട് സിനിമകൾ നിർമ്മിക്കാനുള്ള തീരുമാനം. നിർമ്മാതാവിൻ്റെ റോളിൽ KSFDC വരുന്നു. 2019 മുതൽ ഇപ്പോൾ ഈ 2023 എത്തുമ്പോഴത്തേനും 4 സിനിമകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിഷിദ്ധോ, പിന്നെ ഡിവോഴ്സ്, പിന്നെ B32 to 44. ഏറ്റവും അവസാനത്തെ മീൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇന്ദുവിൻ്റെ നീള എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനൊരു ഭയങ്കര പോസിറ്റീവായി ഗംഭീരമായൊരു ശ്രമം എന്നുള്ള രീതിയിൽ കണ്ടിരുന്ന ഒരു പ്രോജക്റ്റും കൂടിയിട്ടാണ്. പക്ഷേ അതൊരു നല്ല രീതിയിലല്ല സമീപനങ്ങൾ എന്നാണ് മനസ്സിലാവുന്നത്. ഇന്ദു തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ആത്മാഭിമാനത്തിന് നേരെ ഒരു മുറിവേൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സമീപനങ്ങൾ, അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അത് തന്നെ നമുക്ക് നേരത്തെ ശ്രുതിൻ്റെ സിനിമ വന്ന സമയത്തും വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്ക് സിനിമ പൂർത്തിയായി ഓഗസ്റ്റ് 4 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്തും ഇങ്ങനൊരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മൊത്തത്തിൽ?
സിനിമ ആക്ച്വലി ജൂലൈ 7th റിലീസ് ചെയ്യാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ സെൻസറിങ് കഴിഞ്ഞത് 2022 ഡിസംബറിലാണ്. മാർച്ചിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പ്രിവ്യൂവിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ജൂലൈ 7th റിലീസ് എന്നാണ് അൺഒഫീഷ്യലി പറഞ്ഞിരുന്നു. നമ്മളോടെല്ലാം ആക്ടേഴ്സിനോടും 7th എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടായിരുന്നു നമ്മൾ കാര്യങ്ങൾ നീക്കിയിരുന്നത്. പക്ഷേ ദെൻ ദർ വർ സർട്ടൻ തിങ്സ് ദാറ്റ് വർ ഹാപ്പനിങ്, ലൈക്ക് ചില ഇൻ്റർഫിയറൻസസ് ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയിലേക്ക്. നിളയിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ സിനിമ കുറച്ച് ക്രെഡിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ നടന്നിരുന്നു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ആർക്ക് കൊടുത്തിരുന്നു? KSFDCക്ക് തന്നെ പറഞ്ഞിരുന്നു. ബിക്കോസ് ഇത് അൺഎത്തിക്കലാണെന്നും എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എൻ്റെ ടീമിനെ വിളിച്ചിട്ട് ത്രെറ്റൻ ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺഎത്തിക്കൽ. അതും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണത് ചെയ്തത്. അപ്പം ദാറ്റ്സ് നോട്ട് ഫെയർ, ദാറ്റ് കനോട്ട് ബി എൻ്റർടൈൻഡ് എന്നുള്ള രീതിയിൽ ഞാനൊരു കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ കത്തിനോടുള്ള സമീപനം വളരെ മോശമായിരുന്നു. എന്നെ ചെയർമാൻ വിളിപ്പിച്ചിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, പരാതിയിൽ പറഞ്ഞിരുന്ന ചില പേരുകളുണ്ട്. ആ പേരുകൾ എല്ലാവരും ബേസിക്കലി ആ മീറ്റിങ്ങിൽ എല്ലാവരും ഓൾ ദോസ് പീപ്പിൾ വെർ ദെയർ ആൻഡ് അത് അവർക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ലൈക്ക് ഓപ്പൺലി എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എല്ലാവരും അഗെയിൻസ്റ്റ് അവർക്ക് ദേ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു വെർബലി ആൻഡ് ചലഞ്ച് ചെയ്യുക. അങ്ങനെ ഒരുപാട് വളരെ മോശം കാര്യങ്ങൾ ഏകദേശം ഒരു 1.5 hours നീണ്ടു നിന്നൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം ചെയർമാൻ അതിനൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം ചെയർമാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നമ്മളൊക്കെ ഒരുപാട് ആദരവോടുകൂടി കാണുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അസംഷനിൽ സാർ അത് ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ സാർ ആക്ച്വലി അതൊരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. മറ്റുള്ളവർക്ക് ഞാൻ എത്രത്തോളം യൂസ്ലെസ് ആണ് എന്ന് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വേദിയായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു 1.5 hours എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ഇറ്റ് ടുക്ക് മീ മോർ ദൻ 2 months ടു റിക്കവർ ഫ്രം ദാറ്റ്. ബിക്കോസ് ഐ വാസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് പാനിക് അറ്റാക്സ് ആൻഡ് നമുക്ക് പറ്റിയൊരു മുറിവാണ്. നമ്മുടെ ഡിഗ്നിറ്റിക്കും നമ്മുടെ ഒരു റെസ്പെക്റ്റിനും സെൽഫ് റെസ്പെക്റ്റിനും പറ്റിയൊരു വലിയൊരു മുറിവാണ്. എന്നോട് അങ്ങനെ ആരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സോ എന്താണ് പറയുന്നത്? ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ബിക്കോസ് യു ആർ എ ഫസ്റ്റ് ടൈം ഡയറക്ടർ യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ. ഓർ ഐ വാസ് നോട്ട് ക്വസ്റ്റ്യനിങ്, ഐ വാസ് റിക്വസ്റ്റിംഗ്. ആ മെയില് KSFDCയുടെ ഇമെയിൽ ID അയച്ചത്. ഐ വാസ് റിക്വസ്റ്റിംഗ് ദം, ഐ ഡോണ്ട് വാണ്ട് ടു ബി സബ്ജക്റ്റഡ് ടു മെൻ്റൽ ഹറാസ്മെൻറ്റ് അഗെയിൻ ബിക്കോസ് ദ മൂവി ഈസ് കംപ്ലീറ്റഡ്. ഇനിയും ഇതന്നെ ഐ ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ദിസ് എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ആയിരുന്നു. അത് ഇന്റേർണലി സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ടു എനിബഡി, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദിസ് ടു എനി വൺ എൽസ്. സോ അത് ഇന്റേർണലി സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ദേ വർ ഇൻസൾട്ടിങ് മീ. എല്ലാവരും മാറി അവർ കളിയാക്കി ചിരിക്കുകയും ആൻഡ് ആസ് എ വുമൺ അവർ ആ ബോർഡർ ദേ ഹാവ് ക്രോസ്ഡ് ഇറ്റ് മെനി ടൈംസ് ഇൻ ദ ഡിസ്കഷൻ. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു ഭയങ്കര ഒരു ചിരിയും കളിയാക്കി ചിരിക്കലും ലൈക്ക് വാട്ട് എന്നുള്ള രീതിയിലുള്ള അത് ത്രൂ ഔട്ട്. And I was explaining this, I was telling them why I didn't want the credits to be changed, because there was a case where a person had claimed that she has done a particular job, but നമ്മുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, ഇൻക്ലൂഡിങ് ആക്ടേഴ്സിന് അറിയുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ ഞാൻ 6 months എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു. അപ്പം they were using this as a reason against me. സോ അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും മനസ്സിലാവാതിരിക്കാൻ മാത്രം കോംപ്ലിക്കേറ്റഡ് അല്ല അത്. ബിക്കോസ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു, എൻ്റെ ടീമിലുള്ള ഒരൊറ്റ ആളിനെ വിളിച്ച് ചോദിച്ചിട്ടില്ല ഇത്. ആൻഡ് അതായത് അവരുദ്ദേശിക്കുന്ന ഒരാൾക്ക് നമ്മുടെ പടത്തിൽ അനർഹമായ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതെ, ഓക്കെ. അനർഹമായ ക്രെഡിറ്റുമാണ്, അതവർ ചെയ്തിട്ടില്ലാത്തൊരു ടാസ്ക്കാണ്. ആൻഡ് അവർ വേറൊരു റോളിൽ അവർ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് സിനിമയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. And she was actually basically asking me for money, extra 5,000 ചോദിക്കായിരുന്നു. But I was at that point of time ഫിനാൻഷ്യലി ഞാൻ അത്രയും ഡ്രെയിൻഡ് ആണ്. ബിക്കോസ് ഇത് ഫണ്ട്സ് പാസ്സാക്കാണ്ടിരിക്കുകയും പ്രോപ്പർലി അപ്രൂവൽസ് വരാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പം വി ഹാവ് ടു ഫൈൻഡ് ദ മണി. സോ അത് ഐ വാസ് നോട്ട് വർക്കിംഗ് അറ്റ് ദാറ്റ് ടൈം ഓൾസോ. സോ ഐ ഹാഡ് ടു ഫൈൻഡ് ദ മണി ആൻഡ് ദേ എക്സ്പെക്റ്റഡ് ദാറ്റ്. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് ആണ്, നിങ്ങൾക്ക് എന്താ അത് ചെയ്തൂടെ? ആൻഡ് ദേ വർ ആസ്കിങ് മീ ലൈക്ക് ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുണ്ടല്ലോ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതല്ലേ? സോ അങ്ങനെ ചെയ്യാനായിരുന്നുവെങ്കിൽ എനിക്കിത് ഈ സിനിമ നേരത്തെ ചെയ്യായിരുന്നു. സോ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന MD ചോദിച്ചെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ്, എനിക്ക് അത്രയും പ്രോപ്പർട്ടീസ് ഇല്ലേ? സോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഹിയർ. ഇപ്പം നാളെ അടുത്ത വർഷം ഒരു
ഒട്ടും ഫിനാൻഷ്യലി ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും ദിസ് പ്രോഗ്രാം ഷുഡ് ഗോ ഓൺ, റൈറ്റ്? സോ ദേ കനോട്ട് ആസ്ക് മീ ടു സെൽ മൈ തിങ്സ് ആൻഡ് ഈ വേണ്ട സമയത്ത് പൈസ റിലീസ് ചെയ്യാതിരിക്കുന്നത് ഫണ്ടെല്ലാം ഓൾറെഡി KSFDCക്ക് ഉള്ളതല്ലേ? അതെ, ഉള്ളതാണ്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലാണോ ഈ തടസ്സങ്ങൾ വരുന്നത്? അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടാണോ അതോ നേരത്തെ തന്നെ റിലീസ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഇത് ഫണ്ട് റിലീസ് ആവാൻ കുറച്ച് സമയം എടുത്തു, പക്ഷേ ഇറ്റ് ഇസ് ദെയർ ഇൻ KSFDCയുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു. ട്രഷറിയിൽ നിന്ന് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു KSFDC's അക്കൗണ്ട്. അപ്പോൾ അത് ഫണ്ട് ഇല്ലായ്മയൊന്നും അല്ല. ഇതിപ്പോൾ നമ്മളെ ഒന്ന് അങ്ങനെ ഇപ്പോൾ എളുപ്പത്തിന് കിട്ടണ്ട, കുറച്ച് സഫർ ചെയ്യും, കുറച്ചധികം സഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് കുറച്ച് ഉദ്യോഗസ്ഥരാണ്, ഒരു 3-4 പേര്, അതിൽ കൂടുതലല്ല. ഇപ്പോൾ KSFDC മൊത്തം ഞാൻ അടച്ചു പറയുന്നില്ല, ബിക്കോസ് ഇതിനകത്ത് ആത്മാർത്ഥതയുള്ളവരുണ്ട്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ലെവലിലിരിക്കുന്ന ഒരു 3-4 ആൾക്കാർ ദേ ആർ ഇനഫ്. അവർ മതിയല്ലോ ഇത് മുഴുവൻ ഇത് റൂയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് മനഃപൂർവ്വം അവരുടെ ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫിലിം ഓഫീസറിൻ്റെ കയ്യിലൂടെ നോ മാറ്റർ വാട്ട്, ലൈക്ക് വി ഹാവ് ബീൻ ടെല്ലിങ് ദിസ് ഐ തിങ്ക് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ലൈക്ക് നേരത്തെ ഉള്ള പ്രോജക്റ്റുകളിലും ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇൻഎഫിഷ്യൻ്റ് ആണ്, ഇദ്ദേഹം മനഃപൂർവ്വം ഡിലേ വരുത്തുന്നുണ്ട്, ഒരു കേപ്പബിലിറ്റി വി ഹാവ് ടു ഐദർ പുള്ളിക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ ആ ടീമിന് തന്നെ ഒരു മനുഷ്യരുമായിട്ട് ഇടപെടാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക. ബിക്കോസ് നമ്മൾ വി ഡിസേർവ് ഒരു ബേസിക് ഒരു ഹ്യൂമൻ പരിഗണന നമ്മളെല്ലാവരും അർഹിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഒരു പദ്ധതിയിലൂടെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ എടുത്തൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ദിയർ ആറ്റിറ്റ്യൂഡ് ഇസ് വി ആർ ഡൂയിങ് എ ഫേവർ ടു യു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ LDF ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. അവർ വളരെ ക്ലിയർ ആണ് ഇത് എന്തിനാണ് ഈ പദ്ധതി എന്നും, ഇത് മഹിളകൾക്കും മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി, മൂവി മേക്കിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ്. അവരൊരിക്കലും ഒരു റവന്യൂ പോലും ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ നോമിനി വരുമ്പോഴത്തേനും ദേ എക്സ്പെക്റ്റ് റവന്യൂ ജനറേഷൻ. അതില്ല. നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു നല്ല ഉദ്ദേശത്തിൽ തന്നെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഈ മിനിസ്റ്ററിൻ്റെ ഓഫീസിന് വന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേ ഹാവ് ഗിവൺ ദിസ് ടു KSFDCക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് പേര് അത് മനഃപൂർവ്വം ഡിലേ ചെയ്യാണ്. കാരണം ഒരു അപ്രൂവൽ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം നോക്കി ഒരു കാര്യം ഓക്കെ ഓർ നോട്ട് എന്ന് പറയണമെങ്കിൽ അതിന് മാസങ്ങളെടുക്കും. പിന്നെ പേഴ്സണലി നമ്മളടുത്തൊരു ദേഷ്യം വെച്ചിട്ട് ഡിലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് 3 മാസമൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക ഭ്രാന്തെടുത്ത് നടന്നിട്ടുണ്ട്. കാരണം ഒരു ടീമിനെ ഫിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫൈനലി അവർ നമ്മൾ പറഞ്ഞ ടീമിനെ തന്നെ വെച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 48 hours അകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഞാൻ ഒരു more than 3 months ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് 3 months without any clarity and I couldn't proceed with any work. So 3 months every day I had to call and remind, see this is not done, please do it tomorrow. And this become very difficult because I was staying in Cochin. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നിൽക്കേണ്ടി വരികയാണ്. ഇതിപ്പം നാളെ എന്ന് പറഞ്ഞപ്പം 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ I can drop the flat. എനിക്ക് അവിടെ നിന്ന് മാറി എനിക്ക് ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോകാം. നാളെ ശരിയാവും എന്ന് പറയുന്ന കാരണം ഞാൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അഗെയിൻ ലൈക്ക് നമ്മൾ ഫിനാൻഷ്യലി അഗെയിൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ബിൽസ് ഞാൻ ആക്ച്വലി ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറിനെ കണ്ടിട്ടില്ല. എൻ്റെ ടീം മെമ്പേഴ്സ് ഇദ്ദേഹത്തെ റീച്ച് ഔട്ട് ചെയ്യാൻ പോകുമ്പോഴും ബിൽസ് കൊടുക്കുമ്പോഴും either there is no response or ഇവരെ കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ്, അതും ഈവൻ ഒരു ചെറിയ എമൗണ്ടിന് പോലും മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ വിളിക്കുക, ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല. ഇത് നമ്മൾ KSFDCയോട് പറയും, ഈ ഫിലിം ഓഫീസറിനോട് പറയുമ്പോഴത്തേനില്ല പുള്ളി നല്ലൊരു മനുഷ്യനാണ്. സോ വി ഡോണ്ട് കെയർ ഇഫ് ഇസ് എ ഗുഡ് പേഴ്സൺ ഓർ നോട്ട്, ഹി ഹാസ് ടു ഡു ഹിസ് വർക്ക്. കാര്യങ്ങൾ നടക്കണം. സോ ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. ആൻഡ് ഇത് ഞാൻ റിപ്പീറ്റഡ്ലി ഈ ഫിലിം ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എൻ്റെ ടീം മെമ്പേഴ്സ് ഓൾസോ. ബിക്കോസ് ഇന്ന എമൗണ്ട് വരും എന്ന് പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് ഇവരാരും. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരല്ല. ഈ ആർട്ടിനോടുള്ളൊരു സ്നേഹം കൊണ്ട് നിൽക്കുന്നവരാണ്, ഇതിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവരാണ്. സോ വെൻ ദേ ആർ സപ്പോസ് ടു ഗെറ്റ് 50,000 or 1 lakh, അവർ എക്സ്പെക്ട് ചെയ്യും ഓക്കെ മാർച്ചിൽ ഇത് കിട്ടും, അപ്പോൾ അവരുടെ കുട്ടിക്ക് സ്കൂൾ അഡ്മിഷന്, അപ്പോൾ അവരൊക്കെ ദേ ഹാവ് ദെയർ ഓൺ റിക്വയർമെൻറ്റ്സ്. ജോലിയാണ് അവർ ജോലിയിൽ അതിനകത്ത് വെദർ ദേ ഗെറ്റ് ദ മണി ഓർ നോട്ട് അതിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതറിയാം. ബിക്കോസ് ദേ ഹാവ് ചോസൺ ഇറ്റ്. പക്ഷേ ഇത് കൊടുക്കത്തില്ല, ഇവരെ ഇട്ട് നടത്തിച്ച് ബിൽസ് കൊടുത്ത് അവർ തന്നെ നേരിട്ട് കൊണ്ട് കൊടുക്കും. ഈ ഇൻവോയ്സോ എന്തൊരു സാധനം ഇൻവോയ്സോ ബില്ലോ വോട്ടെവർ ഇറ്റ് ഇസ് അത് കൊണ്ട് നേരിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. ഇത് ഇവരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകും. പിന്നെയും ഇവരിത് കൊണ്ടുപോകണം.
ടൈം എല്ലാവർക്കും വാല്യൂബിൾ ആണ്. അപ്പോൾ ഇവരുടെ വർക്കിനിടയിൽ ദേ ഹാവ് ടു സബ്മിറ്റ് ദിസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ലൈൻ പ്രൊഡ്യൂസർ പറയും അയാളുടെ കൈ കിട്ടിയിട്ടില്ല, KSFDC പറയും അവരുടെ കയ്യിലില്ല, അഗെയിൻ ദേ ഹാവ് ടു സബ്മിറ്റ്. നമ്മൾ ഇമെയിൽ അയക്കും, ഇമെയിലിൽ ദിസ് കോപ്പി ഈസ് ദെയർ, ബട്ട് അവർക്കൊരു ബേസിക് ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് പോലും ഇമെയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ദീസ് പീപ്പിൾ ഐ തിങ്ക് ദേ നീഡ് ഹെൽപ്പ് ഈവൻ വിത്ത് ദാറ്റ് ബേസിക്. ജിമെയിലിൽ എങ്ങനെയാണ് ഒരു കാര്യം സെർച്ച് ചെയ്യണമെന്നെങ്കിലും ഇവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് നോ. കാരണം ഒരേ സാധനം തന്നെ ഞാൻ ഒരു 5-6 പ്രാവശ്യം അയക്കേണ്ടി വരും. അന്ന് ഒന്നുകൂടെ അയക്കും. ദേ കനോട്ട് റിയലി സെർച്ച് ഫോർ ഇറ്റ്. അപ്പം അത് പോട്ടെ, അത് ഇമെയിൽ അയക്കുന്നത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ടെക്നീഷ്യൻസിനെ കൊണ്ട് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പം അവർക്ക് മടുക്കും ആക്ച്വലി. അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണമല്ലോ. അപ്പോൾ അതെല്ലാം എന്താ ചെയ്തത്? പ്രീ പ്രൊഡക്ഷൻ്റെത് ഏറെക്കുറെയൊക്കെ ഞാൻ തന്നെയാണ് കയ്യിൽ നിന്ന് എടുത്തു. അതെ, കാരണം ജാനുവരിയിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ചെയർമാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഫെബ്രുവരി മിഡ് അല്ലെങ്കിൽ ഫെബ്രുവരി എൻഡിന് നമ്മൾ ഷൂട്ട് തുടങ്ങണം. അപ്പോൾ ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സും ടെക്നീഷ്യൻസിൻ്റെ ഡേറ്റ്സും നമ്മൾ അങ്ങനെയാണ് അലൈൻ ചെയ്തിരുന്നത്. പക്ഷേ എന്നിട്ട് ഇവർ ഫണ്ട് റിലീസ് ആകുന്നില്ല, നമുക്ക് പ്രീ പ്രൊഡക്ഷൻ വേണമല്ലോ. അപ്പം ഈ ഫിലിം ഓഫീസർ പറയണമെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അത് കുഴപ്പമുണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് നമ്മുടെ പ്രോജക്റ്റാണ്. അപ്പം നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ കുഴപ്പമില്ല, ഞാൻ 2 ദിവസം പ്രീ പ്രൊഡക്ഷൻ ചെയ്തോളാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് നമ്മൾ ഇവിടേക്ക് എത്തിയത്, ഈ സബ്മിറ്റ് ചെയ്തത്, ഇതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയത് നമ്മളെല്ലാവരും അത്രയും ഇതിനകത്ത് സ്നേഹിക്കുകയും ഇതിൻ്റെ അകത്ത് പാഷൻ ഉള്ളത് കൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ലൈക്ക് വി വാണ്ടഡ് ഇറ്റ് സോ ബാഡ്ലി. സോ അതിൻ്റെ പുറകെ ഒരു എഫേർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസം പ്രീ പ്രൊഡക്ഷൻ ചെയ്തത് എനിക്ക് സിനിമ ചെയ്യാനാണെങ്കിൽ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. വെൻ ദർ ഇസ് ടൈം, വെൻ ദർ ഇസ് ഫണ്ട്, ദെൻ വൈ ഷുഡ് ഐ നോട്ട്? അപ്പം എന്നോട് ഞാൻ ഫിലിം ഓഫീസറിനോട് പറഞ്ഞു ഐ സബ്മിറ്റ് ദ ബിൽസ്. എനിക്കിപ്പോൾ ഐ എം പുട്ടിങ് ഇറ്റ് ഫ്രം മൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി സിൻസ് ഐ വാസ് നോട്ട് വർക്കിംഗ് അറ്റ് ദാറ്റ് ടൈം ഐ ഹാഡ് ടു റോൾ സം മണി ആൻഡ് ബാക്കി കാര്യങ്ങൾ. ബിക്കോസ് ടീംമേറ്റ്സ് വരും, അവരുടെ ഫുഡ് അക്കോമഡേഷൻ നോക്കണം, ട്രാവൽ നോക്കണം, ലൊക്കേഷൻ റെക്കയുടെ ട്രാവൽ. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ട്രാവൽ ആൻഡ് ഓൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ എനിക്കൊരു ലൊക്കേഷൻ കിട്ടണം, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സോ ഐ ഡിഡ്ന്റ് ആസ്ക് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ബട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് കംസ് ടു എ ഹ്യൂജ് എമൗണ്ട്. ബിക്കോസ് സോ മെനി മെമ്പേഴ്സ് ഇൻ ടു സോ മെനി ഡേയ്സ് അവരുടെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ മീ. ദെൻ ഐ വാസ് തിങ്കിങ് ഓക്കെ അവർ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യല്ലോ, അപ്പോഴത്തേനും ഇത് അതുവരെ നോക്കിയാൽ മതിയല്ലോ, ആഫ്റ്റർ ദാറ്റ് ഡേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ബട്ട് നത്തിങ് വാസ് ഹാപ്പനിങ്. അഗെയിൻ നമ്മൾ KSFDC ഓഫീസിൽ പോയിട്ട് മണിക്കൂർ കണക്കിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് നത്തിങ്, ഒരു റെസൊല്യൂഷനും ഇല്ല. എൻ്റെ സമയവും പോവും, എൻ്റെ എനർജിയും പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫ് ഹൂസ് ഫിലിം ഓഫീസറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് അവിടെ പോയിരിക്കേണ്ട ആവശ്യമില്ല. സോ ഐ ഡോണ്ട് കെയർ വാട്ട് ഈസ് ഹാപ്പനിങ്. ഐ ഡു ഹാവ് എംപത്തി. ഇഫ് സംതിങ് ഇസ് റോങ്, ഡെഫിനറ്റ്ലി ഐ ഡു ഹാവ് എംപത്തി. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് മൈ മൂവി ഹാസ് ടു വെയിറ്റ്. ഡസൻറ്റ് മീൻ ദറ്റ് ഐ ഹാവ് ടു കീപ് ഓൺ സ്പെൻഡിങ് മണി ബിക്കോസ് ദിസ് ഗൈ ഹാസ് ടു ട്രാവൽ ടു ഓൾ ദീസ് പ്ലേസസ് ബിക്കോസ് ഓഫ് ഹിസ് പേഴ്സണൽ തിങ്. ഹി ഹാസ് ടു ഫൈൻഡ് സംബഡി എൽസ് ഇഫ് ഹി ഈസ് നോട്ട് അവൈലബിൾ. അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റോ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു മര്യാദ ഉണ്ടല്ലോ. അപ്പോൾ ഏത് ജോലിക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ അതിവിടെ നടക്കുന്നില്ല. ഇഫ് ദിസ് ഗൈ ഈസ് ഓൺ ലീവ് വി ഹാവ് ടു വെയിറ്റ്. സോ ദാറ്റ് ഡിപ്പെൻഡൻസി വാസ് റിയലി മേക്കിംഗ് തിങ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പൈസയും അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടില്ല, ഒറ്റ പൈസയും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കിട്ടിയോ? മാർച്ച് റീംബേഴ്സ് ചെയ്തു? ഇല്ല, എന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ചെയ്തു. പക്ഷെ അത് എൻ്റെ ടീം മെമ്പേഴ്സിന് ഉൾപ്പെടെ ആയിട്ട് എനിക്ക് തോന്നുന്നു 55,000 rupees വാസ് റീംബേഴ്സ്ഡ്. 55,000 ആകെയോ? അതായത് 1.5 crore rupees, അതിൽ 40 lakhs മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള പൈസ നമുക്ക് ചെലവാക്കി കഴിഞ്ഞതല്ലേ? അതിലാകെ 55,000 പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള. പക്ഷെ അത് ഇൻക്ലൂഡിങ് മൈ ടീം മെമ്പേഴ്സ്. കാരണം എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ എൻ്റെ കയ്യിൽ തീർന്നു, കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആയപ്പോൾ എൻ്റെ അസോസിയേറ്റും ക്യാമറാമാനും എല്ലാവരും അവരുടെ എമൗണ്ട്, ബിക്കോസ് ദേ ന്യൂ ഐ വാസ് സ്ട്രഗ്ലിംഗ്, സോ ദേ പുട്ട് ഇറ്റ് ഫ്രം ദെയർ പോക്കറ്റ്. അവരെന്നോട് ചോദിക്കാണ്ട് അവർ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഈവൻ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ബിൽസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബിൽസ് ഉൾപ്പെടെ എനിക്ക് 55,000 ആഫ്റ്റർ എനിക്ക് തോന്നുന്നു March 8th സ്വിച്ച് ഓൺ ആയിരുന്നു. 10th കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഒരു എമൗണ്ട് ഇറ്റ് ഗോസ് ടു ദി അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ ലൈൻ പ്രൊഡ്യൂസർ. ആൻഡ് അതിന് പിന്നെ നമുക്ക് വിസിബിലിറ്റി ഇല്ല. ലൈക്ക് അബൌട്ട് 50 lakhs is what I think, I don't know for sure, but it's close to that amount goes to the account, personal account of line producer. പിന്നെ അവിടെ നിന്ന്
KSFDCയും ഇതും ഒരു ക്ലൗഡാണ്. നമ്മൾ ലൈൻ പ്രൊഡ്യൂസറിനോട് ചോദിക്കുമ്പോൾ KSFDC അപ്രൂവ് ചെയ്യണം, KSFDCയോട് ചോദിക്കുമ്പം ലൈൻ പ്രൊഡ്യൂസർ എഴുതി തന്നാലേ പറ്റുള്ളൂ. സോ ബേസിക്കലി വി ഡോണ്ട് ഹാവ് ദ ടൈം ടു കീപ് റണ്ണിങ് ബിഹൈൻഡ് ദീസ് പീപ്പിൾ ബിക്കോസ് ഷൂട്ട് ഹാസ് ടു ഹാപ്പൻ. സോ അപ്പം നമ്മൾ വിചാരിച്ചത് പിന്നെ ആവാം. പക്ഷേ ഞാൻ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഷൂട്ടിന്റെ പ്രോസസ്സിനുള്ള പൈസ നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുത്തു? അല്ല, ഷൂട്ടിന്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറ റെന്റ്, ലൊക്കേഷൻ റെന്റ് ഞാൻ ഇനീഷ്യലി ഇട്ടു, അത് റീഇംബേഴ്സ് ചെയ്തു. കാരണം എനിക്ക് ഐ ഹാഡ് ടു ബ്ലോക്ക് ദ പ്ലേസ് ആൻഡ് ദേ ഡിഡ്ന്റ് ഹാവ് ദ മണി. സോ ഐ ടുക്ക് ഇറ്റ് ആൻഡ് അത് പിന്നെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഡ്യൂറിങ് ദ ഷൂട്ടോ എനിക്കത് ആ ഒരു എമൗണ്ട് മാത്രം, ലൊക്കേഷൻ്റെയും നമ്മുടെ ഫ്ലാറ്റിൻ്റെയും ഒക്കെ പൈസ അപ്പം റീഇംബേഴ്സ് ചെയ്തായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഡെയിലി റണ്ണിങ് കോസ്റ്റ് അത് അവർ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ക്യാമറ റെന്റ്, ഓൾ ദോസ് റിലേറ്റഡ് എക്സ്പെൻസസ് അവർ ചെയ്തിരുന്നു. ബട്ട് അഗെയിൻ ലൈക്ക് നമ്മൾ ചോദിക്കുന്നത് തരത്തിലായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു ശരാശരി ഷൂട്ടിലുള്ള ചാലഞ്ചസ് ആണ്. അതൊന്നും ഞാൻ വലിയൊരു പ്രശ്നമാക്കുന്നില്ല. ഫുഡ് ഇഷ്യൂ ഉണ്ട്, അതൊക്കെ ഐ മീൻ ദീസ് ആർ ഓൾ ഐ മീൻ ഐ എം നോട്ട് അഡ്രസ്സിങ് ഇറ്റ് നൗ ബിക്കോസ് ദർ ആർ സോ മെനി അതർ തിങ്സ് ഔട്ട്സൈഡ് ഇറ്റ്. സോ ദീസ് ആർ ഓക്കെ. ഐ മീൻ വി കുഡ് മാനേജ് ദാറ്റ്. ഐ മീൻ ഞാനത് അവരോട് പറയുകയും ചെയ്തു, എനിക്ക് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണം. Like line producer was in between asking me to sign a few papers, കുറച്ച് agreement papers that in between the shot ഒരു ലൈറ്റ് പോകുന്നതിന് മുന്നേ എടുക്കുന്ന ഒരു ഷോട്ടിൽ ധൃതിക്ക് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ പുള്ളി വന്നിട്ട് ഇത് ഒപ്പിടെന്ന് പറയുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതെന്തോ ഒരു എഗ്രിമെൻ്റ് ആണെന്ന് മനസ്സിലായി. സോ ഐ സെഡ് ലൈക്ക് വൈ ഷുഡ് ഐ ഡു ദാറ്റ്? അപ്പം അല്ലല്ല, അത് ഐ ഹാവ് ടു സൈൻ എന്നുള്ളത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിയിക്കാൻ നോക്കുമായിരുന്നു. ഓൾ ദീസ് എഗ്രിമെൻറ്റ്സ് വിത്ത് ലൊക്കേഷൻ്റെയും നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെയും എല്ലാം കറണ്ട് ബില്ല് ഉൾപ്പെടെ ഞാൻ അടച്ചോളാം എന്നുള്ള ഒരു കരാറാണ്. അപ്പം ഞാനിത് വായിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി. എന്ന് വെച്ചാൽ ഞാൻ ഇനി അവസാനം ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്തോ ഒരു കള്ളിയായിട്ട് ഇവിടെ ഇതിനകത്ത്, ബിക്കോസ് ഐ ഡോണ്ട് നോ ദിസ് മച്ച്, ഇത്രയും എമൗണ്ടും അഡ്വാൻസും ഇറ്റ്സ് കംസ് ടു ഹ്യൂജ് എമൗണ്ട് ഫോർ അബൌട്ട് 1 മന്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പേഴ്സണലി ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയക്കണം. അത് ആരെ കൊണ്ട് തന്നത്? പ്രൊഡക്ഷൻ്റെ ആളാണ്, ലൈൻ പ്രൊഡക്ഷൻ്റെ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വൺ ഗൈ ഇസ് ദെയർ. So they also were playing this good cop bad cop game. Like if they want to get some things done, they send somebody and like okay che. So at that point of time I informed KSFDC. I wrote a mail to them saying this is not, I am supposed to be doing the movie, I'm not in charge of the financial responsibility, so that has to be made very clear. So avidunna representatives vannu and then they asked like line producer നോട് ചോദിച്ചു പൈസ കിട്ടിയില്ലായിരുന്നോ? എൻ്റെ മുമ്പ് വെച്ചാൽ ചോദിച്ചത്. അപ്പോൾ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. Then why are you troubling the director with these financial things? അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ് ബിക്കോസ് എനിക്ക് ഈ ഫിനാൻഷ്യൽസ് തലയിൽ ഓടിച്ചിട്ട് എനിക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഐ വോണ്ട് ടു ബി ക്ലിയർ ഹെഡഡ് ടു ബി ഏബിൾ ടു ഡു, ജസ്റ്റ് ലെറ്റ് മീ ഡു ദിസ് എന്ന് റിക്വസ്റ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞ് എന്നെ ഡെഫിനറ്റ്ലി ഒന്ന് ഭീഷണിപ്പെടുത്തി ലൈൻ പ്രൊഡ്യൂസർ. പുള്ളി ഒരു പ്രൊഡ്യൂസറൊക്കെയാണ്, എന്നോട് ഇത് കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഡോണ്ട് ഇൻവോൾവ് മീ ഇൻ ടു ദീസ് തിങ്സ്, ലെറ്റ് മീ ഡു മൈ ജോബ് എന്ന് പറഞ്ഞ് ഐ മീൻ ആഫ്റ്റർ ദാറ്റ് അങ്ങനെ ഒരു ട്രബിൾ വന്നിട്ടില്ല. സോ തിങ്സ് വെന്റ് 22 days of shoot was over. They had done the finance for all that. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അഗെയിൻ the problem started and the problem is that ഓരോ സ്റ്റേജിലും നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് പുതിയ പ്രശ്നങ്ങളാണ് തന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ പ്രീ പ്രൊഡക്ഷനിൽ തന്ന ഒരു മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫീമെയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻകംപീറ്റൻ്റ് ആണ് എന്നുള്ള ഒരു ധാരണയിലാണ് സംസാരിക്കുന്നത്. താനൊക്കെ ആ ഒരു ടോൺ ലിറ്ററലി ദിസ് വാസ് ടോൾഡ്. ആൻഡ് ഈവൻ എൻ്റെ മൂവിക്ക് ഇറ്റ് ഈസ് ഒരു എന്താ പറയുക, ഒരു സെൻട്രൽ ക്യാരക്ടറിന് വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ശാന്തി കൃഷ്ണയാണ് ഞാൻ ചൂസ് ചെയ്തത്. പുള്ളിക്കാരി വളരെ ചെറിയൊരു എമൗണ്ടാണ് ചാർജ് ചെയ്തത്. അതിനും ഈ ലൈൻ ഐ മീൻ ദിസ് ഫിലിം ഓഫീസർ ഹി വാസ് ലൈക്ക് ഈ മീറ്റിങ്ങിലിരുന്ന് പുള്ളി അങ്ങ് പരിഹസിക്കുകയാണ് ആർട്ടിസ്റ്റിനെ. എന്ന് വെച്ചാൽ പുള്ളിക്കാരി മീറ്റിങ്ങിലില്ല. സോ ഹി വാസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് വൈ ഡു യു വാണ്ട് ശാന്തി കൃഷ്ണ, ഷീസ് എ സീനിയർ ആക്ടർ. ഞാൻ പറഞ്ഞു ഷീസ് നോട്ട് ചാർജിങ്, ലൈക്ക് പുള്ളിക്കാരി ഒരു 20 ലക്ഷം ഒന്നും അല്ല ചാർജ് ചെയ്തത്, ഒരു വളരെ ചെറിയ എമൗണ്ടാണ്. ഒരു പുതിയ ന്യൂ കമ്മർ ചാർജ് ചെയ്യുന്ന പൈസ അവർ ചാർജ് ചെയ്തിട്ടുള്ളൂ. ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ശാന്തി കൃഷ്ണ വന്നാൽ എന്താണ് പറഞ്ഞാൽ എന്തിനാ വരണേ? ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ പെർഫോമൻസ് ഓറിയൻറ്റഡ്, ഐ കനോട്ട് കോംപ്രമൈസ് ഓൺ ദാറ്റ്. ദിസ് എൻറ്റയർ മൂവി ആ പെർഫോമൻസിലായിരിക്കുന്നത് എനിക്ക്. ആൻഡ് ദെൻ ദ വേർഡ് വിച്ച് ഹി യൂസ്ഡ് ഇസ് അപ്പം ശാന്തി കൃഷ്ണ ഇവിടെ വന്നിട്ട് അങ്ങ് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. ഐ സെഡ് മേ ബി. ആൻഡ് ദെൻ ദാറ്റ് വാസ് വെരി ഐ മീൻ ദീസ് കൈൻഡ് ഓഫ് റിമാർക്സ് റൈറ്റ്. ഇപ്പം ഒരു നമ്മുടെ ചോയ്സ് തെറ്റാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലെറ്റ് us see what happens, these kind of things were there throughout. So the irony is that these people were appointed to support the project, പക്ഷേ അത് every single
വേയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മളെ എന്തൊക്കെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിൽ ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടാണ്. ആ പരിഹസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു പ്രൊഫഷണൽ സ്പേസിൽ യു ഡോണ്ട് ഹാവ് ടു ഇൻസൾട്ട് അനദർ പേഴ്സൺ, റൈറ്റ്? അപ്പം പിന്നെ ഇതേ അവസ്ഥയായിരുന്നു ഇതിന് മുന്നേ ഉള്ള സിനിമകൾക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. ബിക്കോസ് ഐ എം ഇൻ ടച്ച് വിത്ത് ഓൾ ദീസ് പീപ്പിൾ, സോ ഐ ഹാവ് സ്പോക്കൺ ടു ദം. സോ അത് ഓരോരുത്തർക്കും ഇത് തന്നെയാണ്. പക്ഷേ ദെൻ യു റീച്ച് എ പോയിന്റ് വെയർ യു ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് ദ മൂവി ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. യു ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ്, ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്രൂവൽസ് അതനുസരിച്ച് ഡിലേ ആവും. സോ വി ഡോണ്ട് വാണ്ട് എ ഡിലേ, ബിക്കോസ് നമുക്കിത് ആസ് പെർ ദി എഗ്രിമെൻറ്റ് ജൂൺ ജൂലൈ ഓഫ് 2022 ഇത് ഫിനിഷ് ചെയ്യേണ്ട പ്രോജക്റ്റാണ്. ബട്ട് ഈ ഒരൊറ്റ വ്യക്തിയുടെ ഡിലേ കാരണം, ഫിലിം ഓഫീസറിൻ്റെ ഡിലേ കാരണം മാസങ്ങളെടുത്തു. അത് അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ എഡിറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ചിത്രാഞ്ജലി. സംബഡി ഹാസ് ടു ടെൽ us ദാറ്റ്. ഞാൻ ഇനീഷ്യൽ നമ്മൾ ടീമിനെ ഫോം ചെയ്തപ്പോൾ തന്നെ ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു ദാറ്റ് എഡിറ്റ് നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല, ബാക്കി റെസ്റ്റ് ഓഫ് ദ പോസ്റ്റ് പ്രൊഡക്ഷൻ വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇൻ ചിത്രാഞ്ജലി. സോ ഹീ വാസ് സെയിങ് ലൈക്ക് അത് കുഴപ്പമില്ല, എഡിറ്റൊക്കെ ആരാടോ അങ്ങനെ ഇരുന്ന് സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യണത്, അതൊക്കെ അവരുടെ പേഴ്സണൽ സ്പേസിലല്ലേ, അതൊരു ക്രിയേറ്റീവ് കാര്യമല്ലേ, ബിക്കോസ് ഹീ ഈസ് അവെയർ ഓഫ് ദാറ്റ്. പക്ഷേ ആഫ്റ്റർ ദ ഷൂട്ട് ഇത് മൊത്തം മാറി. ആൻഡ് നോബഡി ഈവൻ ടോൾഡ് us that there is this rule of ചിത്രാഞ്ജലിയിൽ പോയിരുന്ന് എഡിറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് എഡിറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഐ ഹാഡ് ഇൻഫോംഡ് ദം, ഐ ഹാഡ് ടോൾഡ് ദം വെർബലി ആൻഡ് ഇൻ എ മെയിൽ ദാറ്റ് നമ്മൾ വി ആർ മൂവിങ് അഹെഡ് വിത്ത് ദ പോസ്റ്റ് പ്രൊഡക്ഷൻ. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു, ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യാനായിട്ട് വരേണ്ടതായിരുന്നു, അവരുടെ ടിക്കറ്റ്സ് ക്യാൻസൽ ചെയ്തു. ഡബിങ് സ്റ്റുഡിയോയിൽ ഫിലിം ഓഫീസർ ഡയറക്റ്റ് വിളിച്ചിട്ട് സ്റ്റുഡിയോ ക്യാൻസൽ ചെയ്തു. ചിത്രാഞ്ജലിയിൽ ക്യാൻസൽ ചെയ്തു. സോ ദെൻ അഗെയിൻ ലൈക്ക് ശാന്തി മാം ഹാഡ് ടു ട്രാവൽ ടു US. വിനീത് സർ ഹാഡ് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് അലൈൻ ചെയ്തിട്ട് ആണ് കിട്ടിയിരുന്നത്. ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. സോ ദെൻ വി സെഡ് ഓക്കെ, എവിടെ ഇരുന്ന് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ജസ്റ്റ് ഗിവ് us the approval. സോ ദെൻ ചിത്രാഞ്ജലിയിൽ എഡിറ്റിന്റെ നമുക്ക് അവർ പറയുന്ന ആളെ വെച്ച് ചെയ്യണമെന്നുണ്ടോ? അല്ല, അതില്ല. നമ്മുടെ എഡിറ്റർ ഉണ്ടായിരുന്നു, അപ്പു ഭട്ടതിരിയാണ് നമ്മുടെ എഡിറ്റർ. അപ്പോൾ ഹി സെഡ് ഓക്കെ ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട് ഹി വാസ് റെഡി ടു കം ടു കാക്കനാട് ആൻഡ് ഡു ദി എഡിറ്റ്. പക്ഷെ അവിടെ സോഫ്റ്റ്വെയർ ഇല്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല, ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. അതായത് ചിത്രാഞ്ജലി തിരുവനന്തപുരത്തും ഉണ്ട്, കാക്കനാട് ഓൾസോ ദേർ ഇസ് ആൻ എഡിറ്റ് ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ഇതൊന്നും ഇൻസ്റ്റാൾഡ് അല്ല. അതിന് മുൻപ് അവിടെ എഡിറ്റ് നടന്നിട്ടില്ല. ഇതൊരു വാശിപ്പുറത്ത് അവർ അവിടെ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അന്ധമായ ഒരു ബേസ്ലെസ് ആയിട്ട് ദേ ആർ സേയിങ് അവിടെ ഇരുന്ന് ചെയ്താൽ മതി, ഓക്കെ അവിടെ ഇരുന്ന് ചെയ്യാം, ഇതുണ്ടോ, ഇതില്ല. സോ വി ഗേവ് ദ ലിസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ദാറ്റ് നീഡ്സ് ടു ബി ഇൻസ്റ്റാൾഡ് റിപ്പീറ്റഡ്ലി മീൻസ് ഇത് ഇയാളെ വിളിച്ചു പറഞ്ഞു ഫിലിം ഓഫീസറിനെ, മെസ്സേജ് അയച്ചു. ഐ ഹാവ് ദ മെസ്സേജസ് റിപ്പീറ്റഡ്ലി. ഐ ഡോണ്ട് നോ ഹൗ മെനി ടൈംസ് ഐ ഹവ് സെൻറ്റ് ഇറ്റ്. ഇതാണ് വേണ്ടത്. ഐ സെൻറ്റ് ഇറ്റ് ആസ് എ മെയിൽ ഓൾസോ, ബിക്കോസ് ഇൻ കേസ് ഓഫ് ഹി മിസ്സസ് ഇറ്റ് ഔട്ട് സംബഡി എൽസ് കെൻ ലുക്ക് ഇൻ ടു ഇറ്റ്. അതും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ സൗകര്യത്തിന് ഇതെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വിളിച്ചിട്ട് പിന്നെയും ഇതേ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഇന്ന സാധനങ്ങളാണ് വേണ്ടത്. മൗസ് ഇസ് നോട്ട് വർക്കിംഗ്, കീബോർഡ് ഇസ് നോട്ട് വർക്കിംഗ്, ഹൗ ആർ വി സപ്പോസ് ടു ഡു എൻ എഡിറ്റ്? ഇത് എഡിറ്റ് ഇങ്ങനെ കുത്തി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതൊരു ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്, യു ആർ ഇൻ ടു ഇറ്റ് ആൻഡ് യു നീഡ് ദ ടെക്നിക്കൽ ദ സപ്പോർട്ട് ഹാസ് ടു ബി ദെയർ. അതുപോലും ഇല്ലാതെയാണ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. സോ ദെൻ വി തോട്ട് ലൈക്ക് ലെറ്റ് ഇറ്റ് ഹാപ്പൻ, എന്തേലും ആവട്ടെ. ടൈം റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞു. ടൈം റെസ്ട്രിക്ഷൻ ആക്ച്വലി എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഡിലേ വന്ന കാരണം അവർ തന്നെ പറഞ്ഞു ലൈക്ക് ദിസ് ഇസ് എ പ്രോബ്ലം ഫ്രം അവർ സൈഡ്, നമ്മളെ ഡിലേ അല്ലേ. അപ്പോൾ പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എഡിറ്ററിൻ്റെ ആണെങ്കിലും ആക്ടറിൻ്റെ ആണെങ്കിലും ഇവരുടെ ഒക്കെ ഒരു ദേ ഹാവ്, ഇത് മാത്രമല്ലല്ലോ അവർക്ക് ജോലി, അപ്പോൾ അവർ അലൈൻ ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആൻഡ് ദിസ് ഹസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് റൈറ്റ് ഫ്രം ഫെബ്രുവരി ഓൺവേർഡ്സ്, ദിസ് ഇസ് ഗോയിങ് ടു കം. മാർച്ചിൽ ഷൂട്ട് ചെയ്താൽ ഇത് തീർക്കാം, അപ്പോൾ ലൈനപ്പ് ചെയ്യാം, ഡബ് ചെയ്യാം. സോ വി ഹാവ് എൻ ഇന്റേണൽ പ്ലാൻ ലൈക്ക് ദാറ്റ്. സോ അത് മൊത്തം പൊളിഞ്ഞു. അത് കാരണം നമുക്കത് പിന്നെയും അത് മാസങ്ങളെടുത്തു, കാരണം അപ്പോഴത്തേനും വേറെ സിനിമകൾ വന്നു, ദേ ഹാവ് അതർ കമ്മിറ്റ്മെന്റ്സ്. സോ അങ്ങനെ സമയം കുറേ പോയി. ആൻഡ് ദേ കൈൻഡ് ഓഫ് എൻജോയ് ദാറ്റ്. നമ്മളിങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് അതൊരു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, മാകം മൊത്തം പ്രാന്തെടുത്ത് അവിടെ നിൽക്കുമ്പോൾ കളിയാക്കി ചിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഭയങ്കര ഹേർട്ടിങ് ആണ്. കാരണം യു ഹാവ് ആബ്സല്യൂട്ട്ലി നോ വേ ലൈക്ക് എന്താണ് ഇതിൻ്റെ അപ്പുറം എന്നറിയില്ല. വൺസ് യു ക്രോസ് ഇറ്റ് എനിക്കറിയാം, ഓക്കെ 3 മാസം ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ 5 മാസം ഇതിന് പോയി, ഇതൊക്കെ എനിക്കിപ്പോൾ അറിയാം. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എവറി ഡേ ഐ എം സ്ട്രഗ്ലിംഗ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ആൻഡ് വിതൗട്ട് സച്ച് സ്ട്രഗിൾ ഈവൻ 3 months വുഡൻറ്റ് ഹാവ് ബീൻ പോസിബിൾ. അപ്പോൾ ഓരോ ഫേസിലും എഡിറ്റിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡബിൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു,
ഇതൊക്കെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. പക്ഷേ ദ ടെക്നീഷ്യൻസ് വെ വെരി സപ്പോർട്ടീവ്. ഇപ്പം ചിത്രാഞ്ജലിയിൽ കാക്കനാട് നമ്മൾ ചെയ്തു, ട്രിവാൻഡ്രത്തും ചെയ്തു. സോ ദീസ് ടെക്നീഷ്യൻസ് അവർ വളരെ സപ്പോർട്ടീവാണ്, അവർ വളരെ പ്രൊഫഷണലാണ്, അവർ വെരി എഫിഷ്യൻറ്റ് ഓൾസോ. ലൈക്ക് ആ ഉള്ള വർക്ക് ചെയ്യാത്ത സാധനം അവർ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദേ ഡീലിംഗ് വെരി പ്രൊഫഷണലി ഓൾസോ. ഒരു ആവശ്യമില്ലാത്തൊരു സംസാരം പോലും ഇല്ലാതെ they focus completely on the work and they were helping actually. So in spite of all these keys not working and all that, and like അവിടെ AC വെന്റിന് വരെ പ്രശ്നമാണ്, അതിനകത്ത് നെലി വരുന്ന പോലത്തെ പോലും സെറ്റപ്പിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് വെരി സപ്പോർട്ടീവ്. ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ആർട്ട് ഫോമിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നതാണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അത് എൻജോയ് ചെയ്യുകയും അതിനകത്ത് വർക്ക് ചെയ്യുകയും അതിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുകയൊക്കെയാണ് അതിൻ്റെ ഒരു ഔട്ട്കമാണ് സിനിമ എന്ന് പറയുന്നത്. എന്താണെങ്കിലും അതിൻ്റെ പ്രോഡക്റ്റിലേക്ക് നമ്മുടെ ഓരോ ദിവസവും സമയവും നിമിഷവും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണല്ലോ. അതാണല്ലോ ആർട്ട് എന്ന് പറയുന്നത്. ആ സമയം മുഴുവൻ നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഗതി. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ സംസാരിച്ചതെന്ന് തോന്നുന്നു, സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ മതി, സ്ത്രീകൾക്കൊന്നും കേപ്പബിൾ അല്ല, അവർ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ ആയിക്കോളും എന്നുള്ള ഒരു നമ്മുടെയൊക്കെ എന്താ പറയുക, ഒരു പാട്രിയാർക്കൽ എന്ന് പറയുന്ന ആ ഒരു അധികാരത്തിന്റെ സ്വരം തന്നെയായിരുന്നോ മൊത്തം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഇറ്റ് വാസ്. സ്ത്രീകൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇപ്പോൾ SC/ST വിഭാഗത്തിലുള്ള സിനിമകളുണ്ട്, അവരോടുള്ള സമീപനവും ബെറ്റർ അല്ല. നമ്മളോട് സ്ത്രീ എന്നുള്ളൊരു ഡെഫിനറ്റ്ലി ആ ഇതുണ്ട്, താൻ എന്താന്നുള്ള ഒരു ലേബലുണ്ട്. ആൻഡ് വിധേയത്വം അത് അൺഫോർച്ചുനേറ്റ്ലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ദേ വർ ഡിമാൻഡിങ്. ഡെഫിനറ്റ്ലി നമുക്ക് ഈ പ്രോജക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ വി ഓൾ ഫീൽ thankful to the government for giving this opportunity. And we recognize that, we realize that, we acknowledge that. പക്ഷേ to these individual people, they should not be demanding respect and gratitude from us and forcefully. അപ്പോൾ അത് ആ മീറ്റിങ്ങിൽ, ചെയർമാൻ്റെ മീറ്റിങ്ങിൽ ചെയർമാൻ തന്നെ, എനിക്ക് ഇറ്റ് വാസ് വെരി ഷോക്കിംഗ് ഫോർ മീ. പക്ഷേ he was asking where is the gratitude. So I said, like, for 1.5 years I was remaining silent. I was struggling to get things done. So can you explain what this? അപ്പം പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് ഐ കുഡ് ജസ്റ്റ് എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുത്തു, കുറച്ച് ദിവസങ്ങൾ എടുത്തു. ഈവൻ ദിസ് സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്ച്വലി ഞാൻ ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്ത്രീ ശാക്തീകരണ സിനിമയാണ്. എൻ്റെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആകെ 2 ലൊക്കേഷനാണുള്ളത്. നമ്മളൊക്കെ താമസിച്ചത് ഒരു ഫ്ലാറ്റിലൊക്കെയാണ് താമസിച്ചത്. സോ എക്സ്പെൻസസ് എത്രയായിരിക്കും എന്നുള്ളൊരു ഊഹം എനിക്കുണ്ട്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മച്ച് ബിലോ ഈ 1 crore എഴുതി കൊടുത്തതിനേക്കാൾ മച്ച് ബിലോ ആണെന്നുള്ള കാര്യം എനിക്കൊരു ബോധ്യമുണ്ട്. കാരണം നമ്മൾ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും റെമ്യൂണറേഷൻ ആണൊക്കെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തത്. നേരത്തെ ബഡ്ജറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബഡ്ജറ്റ് ചെയ്തു. അതിൽ നിന്ന് അവർ പിന്നെയും വെട്ടിച്ചുരുക്കാനുള്ളത് ചുരുക്കി. ആൻഡ് വി wanted to do the movie. Even the technicians, from the side of technicians, I had that support. So they were standing with me to get the work done with ആ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ദേ വർ ഓൾസോ സപ്പോർട്ടിങ് മീ. അതായത് ഇപ്പോൾ ചെയർമാൻ എന്ന് പറയുന്ന ആള് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാജിയൻ കരുണാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള, അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള മികച്ച സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആർട്ട് എന്താണെന്നും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്നും ഒന്നും പുള്ളിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ തലമുറയിലെ പുതിയ സ്ത്രീകൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന ഡിലേസ് അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാവുന്ന മോശമായ പെരുമാറ്റം അതിനൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഷാജിയൻ കരുണുണ്ട്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പോൾ? ഡെഫിനറ്റ്ലി എനിക്ക് നമ്മൾ ആദ്യം റീച്ച് ഔട്ട് ചെയ്തത് സാറിനെ തന്നെയാണ്, മെയിലായിട്ടും ഫോണായിട്ടും. പക്ഷേ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഈ ഫിലിം ഓഫീസറിൻ്റെ ടീം ഇത് ചെയ്തോളും എന്ന് പറഞ്ഞത് ഇൻ എ വെരി ഹാർഷ് വേ അത് പറഞ്ഞു. എന്ന് വെച്ചാൽ ലൈക്ക് ഞാനിതിൽ ഇടപെടില്ല എന്നുള്ള രീതി. അപ്പം ഹി വാസ് നോട്ട് ഈവൻ റെഡി ടു ലിസൺ ടു അസ്. ആൻഡ് ലിസൺ ചെയ്ത സമയത്തും പിന്നീട് ഫോഴ്സ്, കാരണം നമുക്കൊരു ഗത്യന്തരമില്ലാതെ നമ്മൾ നേരിട്ട് പോയി കാണുക ചെയ്തു. ഞാനും എൻ്റെ ടീം മെമ്പേഴ്സും പോയി കണ്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമീപനം എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊക്കെ സിനിമ കണ്ട ആദ്യ വിഷ്വലുകൾ എടുത്ത ആളാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന് അത്രയും വലിയൊരു സ്ഥാനവും ഉണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കിനോടുള്ള ഒരു ആദരവിന് ഒരു കുറവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആസ് എ പേഴ്സൺ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അത്.
പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഒന്ന് ഫിലിം ഓഫീസർ ചെയ്തോളും, അത് എന്ത് എനിക്ക് മനസ്സിലായിടത്തോളം ടു പുട്ട് ഇറ്റ് ഇൻ സിമ്പിൾ വേർഡ്സ്, പുള്ളി എന്ത് ചെയ്താലും നമ്മൾ സഹിച്ചോളണം. അപ്പം അതിന് അബവ് ആയിട്ടൊരു ക്വസ്റ്റ്യനിങ്ങോ ഇല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആൻഡ് ഈ ലാസ്റ്റ് ഇഷ്യൂ തന്നെ എന്ന് വെച്ചാൽ ഞാൻ മാർച്ചിൽ മെയിൽ അയച്ചു, ദാറ്റ് ഇസ് ആഫ്റ്റർ ദ പ്രിവ്യൂ. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനം എനിക്ക് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ മീ, ബിക്കോസ് അദ്ദേഹം അത് എനിക്ക് കോണ്ടെക്സ്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ആക്ടേഴ്സ് നടിമാരുടെ കാര്യം പറഞ്ഞിട്ട് ഇവരൊക്കെ പാലക്കാട് ചൂടിൽ പണ്ട് തറയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളവരാണ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ, അപ്പോൾ അവർക്കൊക്കെ ഇപ്പം എന്താണ് എന്ന് ഓപ്പൺലി എനിക്ക് ആ മീറ്റിങ്ങിലിരുന്ന് ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പുള്ളി പരിഹസിച്ച് സംസാരിക്കാൻ മാത്രമുള്ള ഒരു ഇഗ്നോറൻ്റ് ആണോ പുള്ളി എന്ന് എനിക്ക് തോന്നി പോയൊരു സമയമായിരുന്നു. അതുപോലെ ഈ ടോയ്ലറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞിരുന്നു. നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്ത് 8 ദിവസം ഷൂട്ട് ചെയ്തിരുന്ന ഒരു വീട് തൈക്കാട് ഒരു വീടാണ്. അപ്പോൾ അവിടെ ഒരു പഴയ വീടാണ്. അപ്പോൾ നമ്മളത് എടുത്ത് അത്യാവശ്യം ഒന്ന് മോഡിഫൈ എന്ന് വെച്ചാൽ ബേസിക് ക്ലീനിങ് അപ്പ് ചെയ്തിട്ട് അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ആകെ ഒരൊറ്റ ടോയ്ലറ്റേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ടോയ്ലറ്റ് വാസ് ലീക്കിംഗ്. സോ ബേസിക്കലി ഫ്ലഷ് ചെയ്യുമ്പോഴത്തേന് അതിങ്ങനെ ഫൗണ്ടൻ പോലെ പുറത്തും നിലത്തും ഒക്കെ വീഴാണ്. അപ്പം ഈ ഒരൊറ്റ ടോയ്ലറ്റേ ഉള്ളൂ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും. അപ്പം അത് നമ്മൾ പലവട്ടം പ്രൊഡക്ഷനോട് പറഞ്ഞു, കാരവാൻ തന്നിട്ടില്ല. അപ്പോൾ ഒരു ബേസിക് ഇവരൊക്കെ സീനിയർ ആക്ടേഴ്സാണ്, ഒരു കാരവാനെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ആക്ടേഴ്സും ഇൻസിസ്റ്റ് ചെയ്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ KSFDC പ്രോജക്റ്റ്, ദേ വർ റെഡി ടു അക്കോമഡേറ്റ് ദാറ്റ്. പക്ഷേ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും മണിക്കൂർ, രാവിലെ 6 മണിക്ക് കോൾ ടൈം ഉണ്ട്, 9:30 മണി വരെ ആണ് നോർമൽ ടൈമിംഗ്. ചില ദിവസങ്ങളിൽ അത് 2 മണി വരെ പോയ ദിവസങ്ങളും ഉണ്ട്, രാത്രി. സോ ദിസ് ഇസ് എ ബേസിക്, നമുക്ക് ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ലേ. അപ്പം ദിസ് വാസ് നോട്ട് ദെയർ. അപ്പോൾ നമ്മൾ ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു ക്രൂ ഉണ്ടായിരുന്നിട്ട് അത് ഇല്ലായിരുന്നു. അത് ഇനിയുള്ള പ്രോജക്ട്സിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഇസ് ഫോർ വിമൻ എംപവർമെൻറ്റ്. സോ യു കെ നോട്ട് എക്സ്പെക്ട് അസ് ടു യൂസ് എ ഓപ്പൺ യാർഡ് ഫോർ ദിസ് എന്ന് അദ്ദേഹത്തോട് മാന്യമായി റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പുള്ളി അത് കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടാണ്. കാരണം 1980s ഇതിലും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 80s ഞാൻ ജനിച്ച സമയം, ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 4 ഡെക്കേഡ്സ് അറിയാത്ത പോലെയാണ് സംസാരിച്ചത്. ഇത്രയും വിമൻ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വർക്ക് സ്പേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ഈ ടോയ്ലറ്റ് അത് കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് വളരെ അടിവരയിട്ടൊരു സ്ഥാപനത്തിൻ്റെ, KSFDC സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, അതും ഫിലിം മേക്കറാണ്, ആർട്ടിസ്റ്റാണ്, ആൻഡ് വി ഓൾ റെസ്പെക്ട് ഹിം ഫോർ ദ വർക്ക് ഹി ഹസ് ഡൺ. അങ്ങനെ പറയുമ്പോഴത്തേന് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഫോർ മീ. അതൊക്കെ പ്രശ്നമാണ്, അത് ഞാൻ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്. സോ ദിസ് ഇസ് എ വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം. സോ ഹൗ ഡു ദേ എക്സ്പെക്ട് അസ് ടു ഡു ഇറ്റ് ഓപ്പൺലി? സോ ആൻഡ് ദാറ്റ് ടു ഇവർ സീനിയർ ആക്ടേഴ്സാണ്, പ്രായം ചെന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് കൺസേൺ ഇച്ചിരി കുറവായിരുന്നു. ആൻഡ് ദെൻ ദാറ്റ് ഇസ് 8 days നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് 8 days ആയിരുന്നു ആ ലൊക്കേഷനിൽ. പിന്നെ അത് കഴിഞ്ഞ് 22 days ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴത്തേന് സിറ്റുവേഷൻ ചേഞ്ച്, ബിക്കോസ് ഫ്ലാറ്റിൽ നമ്മുടെ ഒക്കെ ഇൻഡിവിജ്വൽ ടോയ്ലറ്റ്സ് ഉള്ളത് കൊണ്ട് ദിസ് വാസ് നോട്ട് എ ഹ്യൂജ് ഇഷ്യൂ. ആൻഡ് കാരവാൻ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു 8 ദിവസം ഇവർക്കൊരു കാരവാനും ഡ്രസ് ചേഞ്ചിങ്ങും ഇരിക്കാനുമായിട്ടുള്ളത്. പക്ഷേ ഇവർ ഓക്കെ ആയിരുന്നു, ഇവർ കഴിയുന്നതും വളരെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നല്ല ചൂടത്താണ് ഷൂട്ട് ചെയ്തത് മാർച്ചിൽ. അപ്പോൾ അത് കാരണമാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് തറയിൽ കിടക്കേണ്ടി അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ. അപ്പം പുതിയൊരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇത് എൻ്റെ ഒരു പ്രോബ്ലമാണ് വിത്ത് എക്സ്പെക്ടേഷൻ. സോ ഐ തോട്ട് ദ സിനിമ ഈസ് സംതിങ് ഗ്രേറ്റ് എന്ന് വിചാരിച്ച് വന്നതുകൊണ്ടാണെന്ന്. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ഓൾ ഓഫ് us, നമ്മൾ ഈ പദ്ധതിയിലൂടെ സെലക്ട് ചെയ്ത എല്ലാവരും ഇതിനകത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുകയും നമ്മൾ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ട് വന്നവർ തന്നെയാണ്. ബിക്കോസ് ഷോർട്ട് ഫിലിമിലൊക്കെ വി ഹാവ് വെരി ലിമിറ്റഡ് ബഡ്ജറ്റ് ആൻഡ് നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടാണ്. ആൻഡ് വി ഡോണ്ട് എക്സ്പെക്ട് ലക്ഷറി ഫ്രം ദിസ്. പക്ഷെ വി ഹാവ് നമ്മുടെ ബേസിക് നീഡ്സ് ഉണ്ട്. പിന്നെ റൈറ്റ് ആണ്. ആൻഡ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും അവർ വന്നിട്ടുള്ളത് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. സോ അവരോട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പുറത്തൊരു തുറന്ന പറമ്പുണ്ട്, യു യൂസ് ദാറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇൻ ബിറ്റ്വീൻ ദീസ് പ്രോസസ് ഇത് നമുക്ക് നേടിയെടുക്കുക. ഇത് പ്രൊഡക്ഷൻ്റെ അടുത്ത് പറയണത് ടോയ്ലറ്റ് ലീക്ക് ആവണോ, ഫ്ലഷ് മാറ്റി വെക്കുക, ഇത് റിപ്പീറ്റഡ്ലി പറയേണ്ടി വരുന്ന ഒരു
ബുദ്ധിമുട്ടുണ്ട്. സോ ഫോർ മീ അത് കഴിഞ്ഞു, ആ പ്രോസസ്സ് കഴിഞ്ഞു, ഇനി നത്തിങ് ക്യാൻ ബി ഡൺ. പക്ഷെ ഐ വാസ് റിക്വസ്റ്റിംഗ് ദം ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ദ കമ്മിങ് പ്രോജക്ട്സ് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഇങ്ങനെ ഒരു ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരരുത്. അതും നമ്മൾ സ്ത്രീകൾ ഈ ആണുങ്ങളോടാണ് പോയി പറയേണ്ടത്, ചേട്ടാ നമുക്ക് മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് ദാറ്റ് പ്രോബബ്ലി ദേ എൻജോയ് ഹിയറിംഗ് ദാറ്റ്. സോ റിപ്പീറ്റഡ്ലി നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യേണ്ടി വരിക. സോ that really is not expected from a government project, especially ഒരു നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റിൽ ഇത് എക്സ്പെക്റ്റഡ് അല്ല. ഇത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു പരാതി കൊടുത്തിട്ടാണ് അത് റിലീസ് വൈകിയ സമയത്താണോ, ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പരാതിയിലേക്ക് മൂവ് ചെയ്തത്? ഇത് ഈ മാർച്ചിലെ ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടില്ല എന്നും ഇത് ഇവരുടെ ഒരു തന്നിഷ്ടത്തിൻ്റെ, കാരണം സിനിമ എന്നുള്ള രീതിയിൽ പോലും എനിക്കതിനകത്ത് ഒരു സേ ഇല്ല എന്നുള്ള രീതിയിൽ ചെയർമാൻ അത് അടിവരയിട്ട് പറഞ്ഞു. ഇത് നിങ്ങളുടെ സിനിമയാണെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, അപ്പോൾ അത് ശരി അങ്ങനെ പറഞ്ഞായിരുന്നു, ഇത് നിങ്ങളുടെ സിനിമ എന്നുള്ള രീതിയാണല്ലോ, അപ്പോൾ അതങ്ങനെ അല്ല, ഇത് നമുക്ക് ഇറ്റ് ഈസ് our property, we can do anything with it. So these are the times when we don't have anything to say like okay, it is true, definitely technically it belongs to them. പക്ഷേ അതിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു റൈറ്റ് നമുക്കില്ല എന്ന് പറയുന്നിടത്ത് എനിക്കൊരു വിഷമമുണ്ട്. എനിക്ക് റിപ്പീറ്റഡ്ലി ഓർമ്മ വരുന്ന പെരുന്തച്ചനിലെ ഒരു സീനുണ്ട്. കല്ല് ദേവിയായി കഴിഞ്ഞാൽ നമുക്ക് ഭ്രഷ്ടാണ്, ശില്പിക്ക് ഭ്രഷ്ടാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് 100% ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ബിക്കോസ് സിനിമയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റില്ല, വിമിയോ ലിങ്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നമ്മുടെ സിനിമയുടെ ഇല്ല, നമുക്ക് ആക്സസ് ഇല്ല. നമുക്കിപ്പം സ്റ്റേറ്റ് അവാർഡിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് 3 ക്ലിപ്സ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന ക്ലിപ്സ് എന്ന് പറഞ്ഞ് അത് അവിടെ നിന്ന് പറയാം, നമുക്ക് അവിടെ DIയിൽ പോയിട്ട് ഇത് കട്ട് ചെയ്യണം, ഫ്രം ദിസ് ടു ദിസ്. സോ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളാണ്, ഡയറക്ടേഴ്സാണ്. സോ വിച്ച് മീൻസ് ലൈക്ക് ഓൾ ദ മെറ്റീരിയൽസ്. അപ്പം ഇത് കൂടെ പെൻ ഡ്രൈവിലാക്കിയിട്ട് ഇവർക്കെല്ലാം കൂടെ ഒരു കവറിലിട്ട്, സോ ബേസിക്കലി വി ഹാവ് ടു ഗിവ് ഇറ്റ് ടു KSFDC ആൻഡ് ദെൻ ദേ ഗോ ആൻഡ് ഗിവ് ഇറ്റ്. ദാറ്റ് ഇസ് എ തിങ്. പക്ഷെ അത് ആ പെൻ ഡ്രൈവിൽ എടുക്കാൻ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഇല്ലല്ല, അവരുടെ കയ്യിൽ കൊടുത്തു വിടണ്ട. സോ ദെൻ ദേ ഡോണ്ട് ട്രസ്റ്റ് us with that. നമ്മൾ ചെയ്ത സിനിമയാണ്, നമ്മളിതിനെ എവിടെ കൊണ്ടു കൊടുക്കാനാ? സോ വി ഫീൽ റിയലി ബാഡ്. വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ഒരു സ്റ്റിൽ എടുക്കണമെങ്കിൽ പോലും നമുക്കതിന് ഒരു ആക്സസ് ഇല്ല. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് കറക്റ്റാണ്, അവരാണ് പ്രൊഡ്യൂസർ, അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ചെയ്തൊരു സാധനം നമുക്ക് എടുക്കാനോ നമുക്ക് സൂക്ഷിക്കാനോ ഉള്ളൊരു ആവശ്യം. ഫോർ us ഇറ്റ്സ് ലൈക്ക് എ ബേബി. സോ വി വിൽ നോട്ട് ജസ്റ്റ് അബാൻഡൻ ഇറ്റ്. ഓർ നമ്മളൊരിക്കലും, എനിക്കത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് എനിക്കറിയാം. എൻ്റെ വിഷ്വൽ, എൻ്റെ മൂവി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ കാണുള്ളൂ. പക്ഷേ വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ദാറ്റ്. സോ അത് ചെയർമാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ടോക്കിംഗ് ആസ് ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ്. അപ്പോൾ ഐ വാസ് കമ്മിങ് ടു ദ പോയിന്റ് ലൈക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലായി ലൈക്ക് ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ജസ്റ്റിസ് ഫ്രം ഹിയർ. ഇവിടെ നമ്മൾ എത്തിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ദേ വർ സേയിങ് സംതിങ് വിച്ച് ഇസ് ടോട്ടലി അൺറിലേറ്റഡ് ടു ദിസ്. അപ്പം ഐ വാസ് റിപ്പീറ്റഡ്ലി ടെല്ലിങ് ദം ലൈക്ക് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സംതിങ് എൽസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ്. ദേ വർ നോട്ട് റിയലി, ചുമ്മാ മനസ്സിലാവാത്ത പോലെ എല്ലാവരും നടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഐ ഹാഡ് എ പ്രോബ്ലം ലൈക്ക് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദിസ് ഫോർ അബൌട്ട് 1.5 years. This was affecting me very personally, and it was getting into my head to the extent that I was not able to step out from my house. I was not able to spend time. I mean, even to my kids, I was not able to answer anything because I was like blank. I just went blank for about 2 months, and I was staying alone because I found people very difficult to face. I was not going to office. November, I reached a point where I didn't have a choice, so I had to take an offer from a company. So I was working from November 2022 onwards. അപ്പം എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല because the very thought of looking at people, I cannot just smile at anybody because when you have a social interaction, you need to acknowledge people, you need to smile at them. I was not able to do that. I was not able to drive because എൻ്റെ തല മുഴുവൻ it was twisted. It was not safe for me to drive, so I knew it was not safe, so I didn't take my car. So ഒരു 2 months I thought about this. I was not able to do anything basically. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരു 2 മാസം. It was a very difficult time for me after this meeting with chairman. So at that time I thought somebody else should not go through this because
ഇത് നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ പാഷനറ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഡെക്കേഡ്സ് നമ്മൾ കാത്തിരുന്ന് നമ്മളെ തന്നെ എന്താ പറയുക സ്ഫുടം ചെയ്ത ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ജോക്ക് ഫോർ മീ ഓർ ടു എനി അതർ ഡയറക്ടേഴ്സ്. വി ഹാവ് പുട്ട് അവർ സോൾ ഇൻ ടു ഇറ്റ്. സോ അത് വേറൊരാൾക്ക് വരരുത് എന്നെനിക്ക് ഐ വാസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് the ex-MD actually, she when I in that letter I had mentioned about mental harassment, so the thing that she said is എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, അങ്ങനെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു. സോ I rephrased it and asked, so you are saying that ഞാൻ ആത്മഹത്യ ചെയ്താൽ മാത്രമേ ഇതിലൊരു നടപടി ഉണ്ടാകുള്ളൂ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ ഇതിൽ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. സോ ദിസ് ഇസ് ദി ആറ്റിറ്റ്യൂഡ് ദേ ഹാവ്. ആൻഡ് ഐ വാസ് തിങ്കിങ് ലൈക്ക് ഇഫ് ദർ ഇസ് എനിബഡി ഹൂ ഐ നോ ഹൗ ബാഡ് ഇറ്റ് ഇസ്. ആൻഡ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, ഒരു വേർസ്റ്റ് കേസിൽ ഐ ഹാവ് സംതിങ് ടു പ്ലെഡ്ജ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു കുറച്ച് ഗോൾഡെങ്കിലും പോയി പ്ലെഡ്ജ് ചെയ്ത് ഐ ക്യാൻ find the money. But I know people who got into debt, like ലക്ഷങ്ങളുടെ കടം ഈ സിനിമ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അത്രയും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരാളിനോട് പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പോയി ചെയ്താലോ? അപ്പോൾ എനിക്കും എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു one thing which made me write a letter to the minister is, നാളൊരു കാലത്ത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടറിന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി അവർ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ, ബിക്കോസ് ആത്മഹത്യ ചെയ്യുമ്പോഴത്തേന് പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? അപ്പം അയ്യോ കഷ്ടമായിപ്പോയി അവരതാ ഇതാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഒരാൾ എന്തിന് നമുക്ക് നഷ്ടപ്പെടുത്തണം? വളരെ സ്നേഹത്തോടെ വളരെ പാഷനറ്റായിട്ട് സിനിമയെ സ്നേഹിച്ച് പരിപൂർണമായും അതിലേക്ക് എഫേർട്സ് കൊടുത്ത ഒരാളിനെ എന്തിന് നമ്മൾ കൊല്ലണം? സോ ആ സമയം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ആൻഡ് ഐ എം 100% ഷുവർ ഇഫ് തിങ്സ് ആർ ലൈക്ക് ദിസ്, സംതിങ് ഓർ ദി അതർ ഇസ് ഗോയിങ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ലോങ് ഞാൻ ക്യാരി ചെയ്യേണ്ടി വരുന്നൊരു ബാഗേജ് എൻ്റെ സൈലൻസ് ആയിരിക്കും. സോ ഐ ഹാഡ് ടു ബ്രിങ് ഇറ്റ് ടു ലൈറ്റ്. ഐ ഹാഡ് ടു ഫൈൻഡ് എ റെസൊല്യൂഷൻ. സോ ഐ റോട്ട് ടു ദ മിനിസ്റ്റർ. ആൻഡ് നമ്മൾ ആ വൈകാരികമായിട്ട് എഴുതാനും പാടില്ല. ഐ വാസ് കംപ്ലീറ്റ്ലി ഞാൻ ബ്രോക്കൺ ആയിട്ടിരുന്ന സമയത്താണ്. സോ ഐ റോട്ട് ആൻഡ് ദെൻ ഐ ടുക്ക് സം ടൈം ഓഫ്, ദെൻ അഗെയിൻ റീഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു മാസത്തോളം എടുത്തിട്ടാണ് കത്ത് എഴുതിയത്. ഏപ്രിൽ 10 ഞാൻ മിനിസ്റ്ററിന് കത്ത് കൊടുക്കുന്നത്. ചെന്ന് കൊടുത്തു. മിനിസ്റ്ററിനെ കണ്ടില്ല, മിനിസ്റ്ററിന്റെ PS-നെയാണ്. അപ്പം സാർ ആക്ച്വലി അത് വായിച്ചിട്ട് പറഞ്ഞു, ഇതിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും എന്ന് ഒരു അഷുറൻസ് തന്നു. മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു അഷുറൻസ്, മിനിസ്റ്ററും അങ്ങനെ ഒരു അഷുറൻസ് തന്നു, വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞു. ആൻഡ് this was forwarded to the Principal Secretary of Cultural Affairs, Mini Anthony Madam ആണ് അത് ചെയ്തത്. And she was very clear about her stand, because പുള്ളിക്കാരിക്ക് എന്നെ അറിയില്ല, വേറെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു 7-page document ആണ് ഞാൻ അയച്ചത്. അതിലേക്കുള്ള ഒരു അന്വേഷണം പുള്ളിക്കാരി വെച്ചിട്ടുണ്ടായിരുന്നു. And there was a hearing and with the KSFDC, like all this film officer and all that. So it was very evident even from the arguments which these people were having, like KSFDC പറയുന്ന ആർഗ്യുമെന്റ്സ് തന്നെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും ഇറ്റ്സ് നോട്ട് ലൈക്ക് വാലിഡ് അല്ല എന്നുള്ളത് എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് ഡിലേ ചെയ്യണം. അപ്പം മാമിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മാം ആക്ച്വലി ഇതിന് ഒരു എക്സ്പ്ലനേഷൻ വേണം അവരോട് ചോദിച്ചു, ഫിലിം ഓഫീസറോട്. അതെ, ചെയർമാനാണ് ഫിലിം ഓഫീസർ. KSFDC ഹാസ് ടു ഗിവ് എ റിട്ടേൺ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് ഇൻ ദ പ്രോഗ്രസ്. ഇപ്പം അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാനത് പരാതി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ റിലീസ് ഡേറ്റ് അവിടുന്ന് അനിശ്ചിത, അതായത് ജൂലൈ 7 റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. ഫ്രം ഏപ്രിൽ ഓൺവേർഡ്സ് വി ഹാവ് ബീൻ ഫോളോയിങ് അപ്പ് അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, മ്യൂസിക് റൈറ്റ്സ് ഒക്കെ. പക്ഷേ ഇതിനൊരു ഉത്തരം കിട്ടത്തില്ല നമുക്ക്. അതവിടെ ഈ എങ്ങനെയാണോ മറ്റ് സ്റ്റേജസിൽ വരുത്തിയ ഡിലേ, അതേപോലൊരു ഡിലേ ഇതിനകത്തും വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് KSFDCയിൽ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരിക്കൽ പോലും എനിക്കൊരു ട്രോമാറ്റിക് അല്ലാത്തൊരു മീറ്റിംഗ് അവിടെ ഉണ്ടായിട്ടില്ല. എവറി സിംഗിൾ മീറ്റിംഗ് ഞാൻ ദൈവമേ ഇതെങ്ങനെയും ഒന്ന് കഴിയണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒരിക്കലും അവിടെ നിന്ന് എനിക്ക് ഒരു പോസിറ്റീവായിട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. ആൻഡ് ഇൻ ഫാക്ട് ലൈക്ക് ദെർ വർ മീറ്റിംഗ്സ്, നമ്മൾ 11 മണിക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി 11 മണി തൊട്ട് വെയിറ്റ് ചെയ്ത് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് നമ്മളോട് ദർ വാസ് എ സിറ്റുവേഷൻ വേർ ദിസ് ഫിലിം ഓഫീസർ വളരെ ദേഷ്യത്തിൽ നമ്മളോട് സംസാരിച്ച സമയങ്ങളുണ്ട്, താൻ ഇറങ്ങി പോടോ എന്ന് വരെ. അപ്പം
അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യു കോൾ മീ ഫോർ എ മീറ്റിംഗ്, ഐ കെയിം ഫ്രം കൊച്ചിൻ ഓൾ ദ വേ ടിൽ ഹിയർ ഫോർ ദിസ് 11 o'clock മീറ്റിംഗ്, സോ യു ഹാവ് ടു ടെൽ മീ ലൈക്ക് വാട്ട് ഇസ്. അപ്പം പുള്ളി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒന്നും ഒരു വേറൊരു ബോഡി ലാംഗ്വേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, പിന്നെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവും, ബിക്കോസ് പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പം ഇവരിങ്ങനെ നമ്മളടുത്ത് ഷൗട്ട് ചെയ്യണം. സോ ആഫ്റ്റർ ദറ്റ് മീറ്റിംഗ് അഗെയിൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ KSFDCയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോഴേ എനിക്കൊരു ദൈവമേ എന്താണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. സോ അവിടെ പോയി പറയാൻ ഞാൻ വില്ലിങ് അല്ലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ചെയർമാൻസ് മീറ്റിംഗ് എനിക്ക് കലാപം തിയേറ്റർ തന്നെ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയാണ് എൻ്റെ ഓഫീസ്. അതെ, അതിൻ്റെ മുകളിലത്തെ നിലയിലാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ലെറ്റർ വഴിയാണ് കൊടുത്തത്, ഇങ്ങനെ എനിക്കിത് റെസൊല്യൂഷൻ വേണം. പിന്നെ മ്യൂസിക് റൈറ്റ്സിൻ്റെത് നമ്മുടെ മ്യൂസിക് കമ്പോസ് ചെയ്തത് ബിജ്വാൽ സാറാണ്. സാറ് തന്നെയാണ് നേരിട്ട് സംസാരിച്ചത്. റൈറ്റ് ഫ്രം ഏപ്രിൽ വി ഹാവ് ബീൻ ഫോളോയിങ് ഇറ്റ് ആൻഡ് ദെൻ വി സെൻറ്റ് മെയിൽ സെയിങ് ലൈക്ക് ദിസ് ഇസ് എ തിങ്. ഇതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ദർ ഇസ് നോ ആൻസർ. ആൻഡ് ദെൻ May 16th we got a mail saying July 7th റിലീസ് ഉണ്ട്. ബട്ട് ദ ഹിയറിംഗ് വാസ് ആഫ്റ്റർ 16th, May 16th കഴിഞ്ഞതിന് ശേഷം. സോ ഇമ്മീഡിയറ്റ്ലി ദേ ചേഞ്ച് ദെയർ മൈൻഡ്. ദേ സെഡ് ലൈക്ക് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കുറേ റീസൺസ് പറഞ്ഞിട്ട് ഇത് മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഐ ഗേവ് അനദർ പ്ലീ ടു ദ ഗവൺമെൻറ് ഇൻ കണക്ഷൻ വിത്ത് ദ ലെറ്റർ ദറ്റ് ഐ ഹഡ് സെൻഡ് ഏർലിയർ സെയിങ് ദിസ് എ പേഴ്സണൽ ഇതാണ്. പക്ഷേ അവിടെ എനിക്ക് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ലൈക്ക് ആ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ കാരണം ഐ ആം നോബഡി, ജസ്റ്റ് ഒരു കോമൺ ആളാണ്, എനിക്ക് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്തൊരാളാണ്. പക്ഷേ എനിക്ക് അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ എനിക്ക് കയറി ഇറങ്ങേണ്ടി വന്നു, വിച്ച് ഇസ് നാച്ചുറൽ. പക്ഷേ 2 ഓർഡറാണ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് KSFDCയിലേക്ക് ഇതിനെ സംബന്ധിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തിൽ നിള പെട്ടെന്ന് റിലീസ് ചെയ്യണം, അതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്നും, പിന്നെ ഒരു പോസ്റ്റ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്ന സിനിമകളിൽ അത് തന്നെ ചെയ്യുക എന്നുള്ള രീതിയിലുമാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത് പിന്നെയും ഡിലേ ചെയ്തപ്പോഴത്തേന് അവിടുന്ന് വന്ന ഓർഡർ അനുസരിച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബേസിലാണ് August 4 എന്ന് പറയുന്നൊരു ഡേറ്റ്. അപ്പോൾ അപ്പോഴത്തേനും പുതിയൊരു MD വന്നു. ഇപ്പോൾ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവര് വേറൊരിടത്തേക്ക് ഷി വാസ് മൂവ് ടു സം അതർ സെക്ഷൻ ഇൻ ദ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, സം അതർ ഡെസിഗ്നേഷൻ. സോ ഇപ്പോൾ ഉള്ള MD അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതും. ഒരു ഡെഡ് ലൈൻ കൊടുത്തായിരുന്നു മീറ്റിങ്ങിൽ. ഈച്ച് വൺ ഓഫ് ദം വെർ ഗിവൺ ഡെഡ് ലൈൻ, പ്രോപ്പർ ഡെഡ് ലൈൻ. സോ നമ്മൾ റേസ് ചെയ്ത പോയിന്റ്സ് എല്ലാം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യം, വളരെ ലോജിക്കലി. സോ നമ്മൾ ഇപ്പം അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കടുംപിടുത്തം കാണിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഇല്ലല്ലോ. അപ്പം വി കൻ അമിക്കബ്ലി ടോക്ക് അബൌട്ട് സർട്ടൻ തിങ്സ് ആൻഡ് സെറ്റിൽ ഓക്കെ വിൻ വിൻ സിറ്റുവേഷൻ ആക്കാമല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു ഡിസ്കഷനാണ് പുതിയ MD ആയിട്ട് പിന്നീട് സംസാരിച്ചത്. August 4 റിലീസ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു August 6 എന്തോ വി ഹാഡ് എ മീറ്റിംഗ്. അതിനകത്ത് എല്ലാം ഓൾ ദി ആക്ഷൻ ഐറ്റംസ് വർ ഗിവൻ, കമ്മ്യൂണിക്കേറ്റഡ്. സോ ആസ് പെർ ദാറ്റ് August 11th we were supposed to have a clarity about all the marketing, distribution and music rights. But then again ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സ്ക്രീൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് എനിക്കും അറിയത്തില്ലല്ലോ. അപ്പം ടെൻഡർ വിളിക്കുക, അതൊക്കെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫിലിം ഓഫീസർ എന്തായാലും അവെയർ ആയിരിക്കണമല്ലോ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏപ്രിൽ തൊട്ട് കൊടുത്തൊരു കാര്യമാണ്, ഏപ്രിൽ തൊട്ടേ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹം അത് ടെൻഡറൊക്കെ വിളിച്ചത് പിന്നീടാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റമാണോ അതോ ടീമിൻ്റെ, എനിക്കത് അറിയില്ല, അതിലേക്ക് ക്ലാരിറ്റി ഇല്ല. സോ വാട്ട് ഐ വാസ് ടോൾഡ് ഇസ് ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഇൻ എ ഫ്യൂ ഡേയ്സ്, 3 days എന്നാണെന്ന് പറഞ്ഞിരുന്നത്, 3 days റിസോൾവ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. പിന്നെയും അൺസർട്ടനിറ്റിയാണ്, എന്താണ് ഇപ്പം ഇതിനകത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നും അറിയില്ല. സോ ഓൾ ദാറ്റ് വി കൻ ഡു ഇസ് വെയിറ്റ്. ആൻഡ് സോ സിൻസ് ഐ ഹാവ് ദാറ്റ് ബാക്ക്ലോഗ് ഓഫ് ദോസ് ബാഡ് എക്സ്പീരിയൻസസ് വെയിറ്റിംഗ് ഫോർ മന്ത്സ്, എനിക്കിതൊരു ഇറിറ്റേഷനാണ്. കാരണം എല്ലാ ദിവസവും വിളിക്കും, വി ഡോണ്ട് ഹാവ് ക്ലാരിറ്റി, അബ്സല്യൂട്ട്ലി നോ ക്ലാരിറ്റി, അബ്സല്യൂട്ട്ലി നോ ട്രാൻസ്പെറൻസി അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ അഗെയിൻ ലൈക്ക് this has to be implemented by the film officers team. So ഇതിപ്പം August 4 റിലീസ് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്നത് July 20th. അതായത് ഇനി വെറും 14 ദിവസമാണ് ഉള്ളത്. ഒരു സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫിലിം ഓഫീസർ ശംഭു പുരുഷോത്തം എന്ന് പറയുന്ന ആളുടെ അടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പുള്ളി പേഴ്സണലി റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പോൾ സിനിമ ചെയ്തിട്ടുള്ള ഒരാളെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങേർക്ക് അറിയാവുന്നതാണല്ലോ, ഇതെല്ലാം ഇത് ഡിമാൻഡ് ചെയ്യുന്നതാണ് സിറ്റുവേഷൻ എന്ന് പറയാം. എന്നിട്ട് എന്താണ് അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? റെസ്പോൺസ് എന്താണ്?
പുള്ളി ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിലും. ഇതിന് മുന്നത്തെ സിനിമയിലും ഇതുപോലൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ടൈം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ നേരത്തെ വന്ന സിനിമകൾ, ഇപ്പോൾ നിഷിദ്ധം ആയാലും ഡിവോഴ്സ് ആയാലും B32 ആണെങ്കിലും മാർക്കറ്റിംഗ് സൈഡിൽ വലിയ മാർക്കറ്റിംഗ് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ശ്രുതിൻ്റെയൊക്കെ കാര്യത്തിൽ ശ്രുതി പേഴ്സണലി മീഡിയയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാം. അതായത് ഇത് അവർ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് പോയി കാണണം എന്ന് പറഞ്ഞിട്ട്. ചലച്ചിത്ര കണ്ണൂരിലുള്ളൊരു ടീമെല്ലാം അവർ പേഴ്സണലി റിസ്ക് എടുത്തിട്ട് ആളുകളെ കൂട്ടുകയും ഫേസ്ബുക്ക് വഴി അവരുടെ പേഴ്സണൽ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊമോഷൻ? അപ്പോൾ ഈ പൈസയൊക്കെ എവിടെയായി പോകുന്നത്? അത് വി ഓൾസോ ഷുഡ് നോ അബൌട്ട് ഇറ്റ്, ബിക്കോസ് ദർ ഹാസ് ടു ബി സം ട്രാൻസ്പെറൻസി അബൌട്ട് ഇറ്റ്. ഇതിനകത്ത് ഈ സിനിമേനെ ഇല്ലാണ്ടാക്കാനായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടൈം ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഫണ്ട് ഇസ് വൺ ഫാക്ടർ ഡെഫിനറ്റ്ലി, ബട്ട് ദെൻ ദ നെക്സ്റ്റ് ഫാക്ടർ ഡെഫിനറ്റ്ലി മീൻസ് ടൈമാണ്. സമയം ഇല്ലാണ്ട് നമുക്ക് 10 ദിവസം തന്നിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യലി ഒരു ബഡ്ജറ്റും അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൽ കൂടെ 10 ദിവസത്തിൽ എങ്ങനെ തലകുത്തി നിന്നാലും ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ശ്രുതിയുടെ കാര്യത്തിലും സംഗീത ജനചന്ദ്രനായിരുന്നു മാർക്കറ്റിങ്ങിന്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു കോൺടാക്ട്സും ഇതിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനോടുള്ള ഒരു സമീപനവും ഒക്കെ കൊണ്ടിട്ട് അവരുടെ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്ത് മാക്സിമം എനിക്ക് തോന്നുന്നു ശ്രുതിക്ക് 3 വീക്സ് എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ടും അറിയില്ല, പക്ഷേ ഒരു അബൌട്ട് 3 വീക്സ് ആണ് കിട്ടിയത്. ഐഡിയലി ഒരു 1 മന്ത് കിട്ടേണ്ടടുത്ത് ഒരു 2.5-3 വീക്സ് കൊണ്ട് സംഗീത വിത്ത് വാട്ട് എവർ ഷീ ഈസ് എ PR പേഴ്സൺ. പിന്നെ ഇതൊരു ഉണ്ട്. പിന്നെ അവർക്ക് അതിനോടുള്ളൊരു ഡെഡിക്കേഷൻ ഇസ് ഓൾസോ ദെയർ. ലൈക്ക് ഇങ്ങനൊരു പദ്ധതിയാണ്, ദിസ് ഹാസ് ടു ഗോ ഓൺ എന്നുള്ള രീതിയിൽ സംഗീതയുടെ ഒരു സപ്പോർട്ട് ഇസ് ഓൾസോ ദെയർ. സോ അങ്ങനെ വെച്ചിട്ട് അത് നടന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇത് ഇപ്പം കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ള ഒരു റീസൺ ഉണ്ട്. അത് ഫിലിം ഓഫീസർ സംസാരിക്കും. ഇപ്പം ഞാൻ എന്തായി എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത കാരണം. സോ കംപ്ലൈൻറ്റ് കൊടുത്ത കാരണം എന്ന് പറയുമ്പോൾ ദിസ് എ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എൻ്റെ ഒരു റൈറ്റ് ആണ്. ഐ ഡോണ്ട് ഹാവ് ടു ബി സബ്ജക്റ്റഡ് ടു ദിസ് ആൻഡ് ദേ ഹാവ് നോ റൈറ്റ് ടു സബ്ജക്ട് സംബഡി ലൈക്ക് ദിസ് ടു ഇങ്ങനെ ഇത്രയും ടോർച്ചർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു റൈറ്റാണ്. എനിക്കിത് വോയിസ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആവശ്യവും എൻ്റെ ഒരു റൈറ്റുമാണ്. അപ്പോൾ അത് എനിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. പറഞ്ഞതൊന്നും അതിനകത്ത് ഒരു വാക്ക് പോലും എനിക്ക് ഇപ്പോഴും മാറ്റാനായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്യത്തുമില്ല. ബിക്കോസ് വെൽ തോട്ടായിട്ടാണ് ഞാൻ എഴുതിയത്. അതിനകത്ത് ഒരു വാക്കും ഐ വാസ് വെരി കെയർഫുൾ. കാരണം ഇമോഷണലി അത് എക്സാജറേറ്റഡ് ആവരുത് എന്ന് വിചാരിച്ച് വാസ് വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഒരു എക്സാജറേഷനും ഇല്ലാതെയാണ് എഴുതിയത്. സോ അതിൻ്റെ പേരിൽ ഇത് ഡിലേ ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. 14 ദിവസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആക്ച്വലി അതിൻ്റെ പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓൾദോ ടീം ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിലും ദേ ഹാവ് ടു വാച്ച് ദ മൂവി. പിന്നെ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ സംഗീത ഇസ് ഓൺ ബോർഡ്. സംഗീതയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഐ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദാറ്റ്. സോ ഷീ ഈസ് ഓൾറെഡി ഓൺ ബോർഡ്. സോ അപ്പോൾ അത് പുള്ളിക്കാരി ഓൾറെഡി അത് ചെയ്യാൻ ഉള്ളത് ഇനീഷ്യൽ ഗ്രൗണ്ട് വർക്ക് ഷീ ഹാസ് സ്റ്റാർട്ടഡ്. But she has to see the movie to understand what is the movie about and all that. So അത് ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ ഇനിയിപ്പം ഈ 10-14 ദിവസത്തിൽ എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. അത് ഡെഫിനറ്റ്ലി അത് സിനിമയുടെ പ്രൊമോഷനെ ബാധിക്കും. ആൻഡ് മൈ കൺസേൺ ഇസ് ഇപ്പം 14 ദിവസം കഴിഞ്ഞ് നിള റിലീസായി. പിന്നെ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ബട്ട് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു ദ കമ്മിങ് പ്രോജക്ട്സ്. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ റിലീസ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം ചെയ്ത് എൻ്റെ വീട്ടിൽ പോവാം. പക്ഷേ സിനിമകൾ പൈപ്പ് ലൈനിലുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദം ടു ഗോ ത്രൂ ദ സെയിം തിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി സൈലന്റ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഇത് എന്തെങ്കിലും അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഐ നോ ഹൗ ട്രോമാറ്റിക് ദിസ് എക്സ്പീരിയൻസ് ഇസ് ഗോയിങ് ടു ബി. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ ടു എനിബഡി whoever it is. ഇതിപ്പം നമ്മൾ ഇപ്പം സെലക്ഷൻ എടുത്ത ആൾക്കാരെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും പല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, പല പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പലരും ഉണ്ട്. പക്ഷേ ദർ ഇസ് വൺ അംബിലിക്കൽ കോഡ് ദറ്റ് കണക്ട്സ് ഈച്ച് വൺ ഓഫ് us, വിച്ച് ഇസ് ആർട്ട് ആൻഡ് ആർ ലവ് ഫോർ സിനിമ. ആ പേരിൽ അങ്ങനെ ഒരാൾ വേദനിക്കരുത്. ബിക്കോസ് ഐ നോ ദ ഇൻറ്റൻസിറ്റി ആൻഡ് ദ പീപ്പിൾ ഹു വെൻറ്റ് ബിഫോർ മീ ഓൾസോ ആർ അവെയർ ഓഫ് വാട്ട് ഇസ് ദിസ് ട്രോമ. ആൻഡ് മിനി IG ഹാഡ് സ്പോക്കൺ അബൌട്ട് ഇറ്റ്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് ഓപ്പോസിഷൻ KSFDC വന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു വാർഫീൽഡിൽ പോകുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പോട് കൂടി വേണം അവിടെ പോകാൻ. കാരണം ഫ്രം ദ ലുക്സ് ടു അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ അത് എനിക്ക് തോന്നുന്നു ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേ അല്ല കാര്യങ്ങൾ അവിടെ പോകുന്നത്. നമുക്ക് അപ്പം അവിടെ നമ്മൾ പരാതി പറഞ്ഞാൽ ചെയർമാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് നിങ്ങൾ യു ആർ പോസിങ് ഡേഞ്ചർ ടു ദ
പ്രോഗ്രാം ഇനി ഇത് ഗവൺമെൻറ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരും. അത് ഉണ്ടാകരുത് എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഇത് നിർത്തിവെക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ദിസ് ഡെഫിനറ്റ്ലി ഈസ് എ പ്ലാറ്റ്ഫോം വെയർ we are all thankful to the government for supporting, for recognizing the fire in us. ആൻഡ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ആ സിനിമയിൽ വരാതിരിക്കാനായിട്ട് എൻ്റെ പരമാവധി, ആൻഡ് ഐ വാസ് വെരി കെയർഫുൾ ബിക്കോസ് ഐ വുഡ് ഇമാജിൻ ദറ്റ് സ്മൈൽ ഓഫ് ആൻഡ് ലാഫ് ഓഫ് ദിസ് ഫിലിം ഓഫീസർ, എന്തുവാടോ ചെയ്തു വെച്ചേക്കുന്നത് എന്ന് പുള്ളി പറയും, എനിക്കറിയാം. അപ്പം എനിക്കത് ഇയാൾ തരുന്ന പ്രശ്നങ്ങളും ഇയാൾ മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന ട്രോമയും എനിക്കറിയാം. പക്ഷെ അത് സിനിമയിലേക്ക് കടന്നു കൂടാതിരിക്കാനും എൻ്റെ ആക്ടേഴ്സിലേക്ക് അത് എത്താതിരിക്കും. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് ദം ദ ഹെഡ് ഏക്ക് ഓഫ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. സോ അത് ഞാൻ നല്ല രീതിയിൽ അത് ഇത് ചെയ്തിട്ടുണ്ട്, മാസ്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് പക്ഷേ ഡെഫിനറ്റ്ലി യു ആർ ഇൻ പെയിൻ വെൻ യു സിറ്റിംഗ് ഫോർ സൗണ്ടിൻ്റെ ഇത് ചെയ്യുമ്പം അത് പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തത് ബിക്കോസ് യു ഹാവ് ദിസ് വൂണ്ട് ഇൻസൈഡ് യു അത് നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വൂണ്ടുണ്ട് ആൻഡ് ദാറ്റ് ഡസൻ ഹീൽ. ബിക്കോസ് അത് ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരുമ്പം ദേ ഗിവ് അനദർ തിങ്. അപ്പോൾ ആ വൂണ്ടിനെ ഓപ്പണായിട്ട് തന്നെ വയ്ക്കുന്ന രീതിയിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സ് KSFDCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. വ്യത്യസ്തമായ പ്രശ്നങ്ങൾ തന്ന് ഇങ്ങനെ തളർത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ലൈക്ക് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും ഒക്കെ ഇപ്പോൾ ജസ്റ്റ് ഓൺ ബോർഡ് ആയിട്ടേ ഉള്ളൂ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് എ ഡേ ഓർ ടു ടു സ്റ്റാർട്ട് തിങ്സ്. സോ വി അഗെയിൻ ലൂസ് അനദർ 2 or 3 days. പിന്നെ ഇതിൽ ക്ലാരിറ്റി, മ്യൂസിക് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അവസാന നിമിഷം ഇപ്പം ഞാൻ എവിടെ പോയി ഓടാനെന്നാണ്, എന്ത് ചെയ്യാനെന്നാണ്. നമ്മളൊരു സിനിമ ചെയ്തു ആൻഡ് നമ്മുടെ ആക്ടേഴ്സൊക്കെ അതിൻ്റെ കൂടെ പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇവരൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അവരുടെ ഒരു എഫേർട്ടിനുള്ള ഒരു എന്താ പറയുക, ഐ കനോട്ട് എനിക്കത് അവരുടെ ആ എഫേർട്ടും ഡെഡിക്കേഷനും എനിക്ക് കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഞാനൊരു പുതിയ ഡയറക്ടറാണ്, എന്നെ ആർക്കും അറിയത്തില്ല. എന്നിട്ടും ശാന്തി മാമും വിനീത് സാറും മാമുക്കോയ സാറും ഒക്കെ തന്നൊരു വിശ്വാസമുണ്ട്, അതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 22 days ശാന്തി മാമ് ഈ ക്യാരക്ടറിന് ഇതിൻ്റേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട് അത് പോർട്രേ ചെയ്യാനായിട്ട്. അത് 100% അവരത് ക്യാരി ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഐ നോ, ഐ മീൻ ഹൗ മച്ച് അതിൽ ആ ക്യാരക്ടർ ഒരു ഇൻറ്റേർണലൈസ് ചെയ്തതാണെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ മാമുക്കോയ സർ ഓൾസോ, സാറിൻ്റെ വൺ ഓഫ് ദ ലാസ്റ്റ് മൂവീസാണ്. അപ്പോൾ അത് സാറ് മൂവി കണ്ടില്ല, പക്ഷെ എന്നോടും ബാക്കി എല്ലാവരോടും ഒക്കെ ചോദിച്ചു, സാറിന് വയ്യായിരുന്നു, എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം സാർ വളരെ ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇതിനകത്തൊരു വളരെ പ്രത്യേകതയുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്കത് അദ്ദേഹത്തിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ആസ് എ പേഴ്സൺ ഓൾസോ എനിക്ക് തോന്നുന്നു, ഈ നിളയുടെ എൻ്റെ ടേക്ക് അവേസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഇവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്ങും ഇവരുടെയൊക്കെ ഒരു ഹൗ ദേ വർക്ക് ആൻഡ് ഹൗ ദേ സീ വർക്ക്, അവരുടെ ഒരു ഡെഡിക്കേഷനും. നമുക്ക് സാറൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അൺടിൽ മൈ ഡെത്ത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്കിംഗ് ആൻഡ് ഹൗ മൊമെൻ്ററിലി ഹീ ഈസ് ഏബിൾ ടു സ്വിച്ച് ടു ദ ക്യാരക്ടർ ആൻഡ് ബി സോ ആക്റ്റീവ് ഈവൺ അറ്റ് ദാറ്റ് ഏജ്. എനിക്കതൊരു ലെസൺ ആണ്. ആൻഡ് വിനീത് സാർ ആണെങ്കിലും അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സാറിൻ്റെത്. ഇപ്പോൾ വന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട് ആൻഡ് ഹി ഹാസ് ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി ആക്ച്വലി. ആ കെമിസ്ട്രി, അതിനകത്തൊരു ക്യാരക്ടറിന് ഒരു ബാലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒട്ടും അധികമാവാൻ പാടില്ല, കുറവാവാനും പാടില്ല. സോ അത്രയും ബാലൻസ്ഡ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ശാന്തി മാം ഓൾസോ, ശാന്തി മാം ഇസ് ലൈക്ക് കണ്ട ആൾക്കാരൊക്കെയും എടുത്തു പറഞ്ഞത് ശാന്തി മാമിൻ്റെ പെർഫോമൻസ് ആണ്. ആൻഡ് ദർ ആർ അതർ ക്യാരക്ടേഴ്സ് ഓൾസോ, പക്ഷെ അത് സിനിമയിൽ വരുമ്പോൾ കാണാവുന്നതാണ്.